ദൈവത്തിന് സ്തോത്രം. വേണ്ടി വരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, ആ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സർവ്വ കൃപാലുവായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നവർ, ശ്രേഷ്ഠത തിരിച്ചറിയുന്നവർ ഒരു നിമിഷം ഒരുമിച്ച് ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ നാവുകളിൽ നിന്നും സ്തുതി മുഴങ്ങട്ടെ, എല്ലാ അധരങ്ങളിൽ നിന്നും സ്തുതി മുഴങ്ങട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൻ്റെ കരുതലുകളെ ഓർക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ റാഞ്ചിയെടുക്കുവാൻ പറന്നെടുത്ത ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത നല്ല കർത്താവിനെ തിരിച്ചറിയുന്നവർ ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മുൾപ്പടർപ്പിനിടയിൽ കുടുങ്ങിപ്പോയ സ്ഥാനത്ത് വന്ന് നമ്മെ മുറിവ് വകവയ്ക്കാതെ, ചോര ചിന്തുന്നത് കണക്കിടാതെ പിടിച്ചെടുത്ത നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അപ്പൻ നടത്തി, അപ്പൻ എന്നെ നിർത്തി, അപ്പൻ എനിക്ക് വേണ്ടി കരുതി എന്ന് തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ. ആ സന്തോഷത്തിൽ നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ ദയക്കായി, അങ്ങയുടെ കരുതലിനായി എങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. എങ്ങനെ നമുക്ക് നമ്മുടെ കർത്താവിനെ, നല്ല ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ, മഹത്വപ്പെടുത്താതിരിക്കുവാൻ കഴിയും? നന്ദി അപ്പാ. പിന്നെയും പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ആലയത്തിനകത്തായിരിക്കുന്ന, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നല്ല നാമത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അതേ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രസംഗിക്കുവാനുള്ള ആ ത്വരയേക്കാൾ, ആഗ്രഹത്തെക്കാൾ, കൊതിയേക്കാൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായിരിക്കുമ്പോൾ വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. അതേ, മധ്യവേനൽ അവധി കഴിഞ്ഞ് പുതിയൊരു ക്ലാസ്സിൽ പ്രവേശിച്ച കുട്ടിയെ പോലെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, ഒരു വർഷം നമ്മെ വിട്ട് മാറിപ്പോയിരിക്കുന്നു. ഒരു വർഷം കൂടെ നാം ഈ ലോകത്തിൽ ശേഷിച്ചു. പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് അവസരം നൽകി. സ്കൂള് മാറിയിട്ടില്ല, ആമേൻ, സ്കൂള് മാറിയിട്ടില്ല. അറിയാം, ആ സ്തോത്രം. പഠിത്തത്തിൽ പിന്നോട്ടായവരെ, പഠിക്കുവാൻ വിട്ടുപോയതിനെ ഓർത്ത് നല്ല പൊതിരെ തല്ലിയ ടീച്ചേഴ്സ് ആ സ്കൂളിൽ തന്നെ ഉണ്ട്. ഒരുപാട് കരയിപ്പിച്ച ചൂരൽ വടി അവിടെ തന്നെ ഉണ്ട്. കളിയാക്കിയ കൂട്ടുകാരുണ്ട്, അടികൂടി വേദനിപ്പിച്ച കൂട്ടുകാരുണ്ട്, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഒരു പുതിയ ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം അവിടെ തന്നെ ഉണ്ട്. എനിക്കറിയാം, ഒന്നും മാറിയിട്ടില്ല. പക്ഷെ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നീ പുതിയൊരു വർഷത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പുതിയൊരു സീസണിലേക്ക്, പുതിയ ടീച്ചേഴ്സിന് കീഴിൽ, ഓ താങ്ക് യു ലോർഡ്, പുതിയ സിലബസിന്, പുതിയ പാഠപുസ്തകത്തിന് കീഴിൽ പുതിയത് പഠിക്കുന്ന, പുതിയ ജയങ്ങൾ ഉണ്ടാകുന്ന, പുതിയ റിസൾട്ടുകൾ ഉണ്ടാകുന്ന, ഇന്നലകളെ കറക്റ്റ് ചെയ്യുവാൻ, ഓ റാഥാനാക്ഷാഖാറത്തിന് യേശുവിൻ നാമത്തിൽ ഇന്നലത്തേതിലും വലിയ ജയം നിനക്ക് നൽകുവാൻ കഴിയുന്ന പുതിയൊരു ക്ലാസ്സിലേക്ക് നീ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെ, 2024 നമ്മൾ അതെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പഠിത്തം മതിയാക്കി പോയവരുണ്ട്, ആമേൻ, ഹല്ലേലൂയ. തോറ്റുപോയവരുണ്ട്, ഇനി പഠിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടവന്മാരുണ്ട്. അടിയെ പേടിച്ച് ഓടി രക്ഷപ്പെട്ടവന്മാരുണ്ട്. ഹോംവർക്ക് പേടിച്ച് ഓടി രക്ഷപ്പെട്ടവരുണ്ട്. ഇഞ്ചുവടി പഠിക്കുവാൻ മടിച്ച് ഓടി രക്ഷപ്പെട്ടവരുണ്ട്. ടീച്ചർ പറയുന്നത് കേൾക്കുവാൻ മടിച്ച് ഓടി രക്ഷപ്പെട്ടവരുണ്ട്. എന്നാൽ നമ്മൾ പിടിച്ചു നിന്നു. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരു ജയമുണ്ട്. ഓ താങ്ക് യു ലോർഡ്. പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരു ജയമുണ്ട്. അടുത്തൊരു പ്രൊമോഷൻ ഉണ്ട്. അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു സീസണിലേക്ക് നീ പിടിച്ചു നിന്നത്, എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പിടിച്ചു നിന്നത്, നിങ്ങൾ വടി കണ്ട് ഓടിപ്പോകാതെ, നിങ്ങൾ സിലബസിന്റെ കനം കണ്ട്, പാഠപുസ്തകത്തിന്റെ വലിപ്പം കണ്ട് ഓടിപ്പോകാതെ, വഴക്കുണ്ടാക്കുന്നവരെ കണ്ട് ഓടിപ്പോകാതെ, തമ്മിൽ തല്ലുകൂടുന്ന കൂട്ടുകാരെ കണ്ട് മാറിപ്പോകാതെ, അടിക്കുന്ന ടീച്ചേഴ്സിനെ കണ്ട് പേടിച്ച് പഠിത്തം മതിയാക്കാതെ നിങ്ങൾ ഉറച്ചു നിന്നുവെങ്കിൽ ഒരു ജയമുണ്ട്. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അടുത്തൊരു ലെവലിലേക്ക് സർവകൃപാലുവായ ദൈവം ഒരൊറ്റ നിമിഷം ചിന്തിച്ചാൽ മതി. പ്രിയരെ, നമ്മുടെ യോഗ്യതയല്ല,
ഹല്ലേലൂയ. ഇന്നലകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ യോഗ്യത അല്ല. കോടിക്കണക്കിന് പണം ബാങ്കിലുള്ളവർ, കോടിക്കണക്കിന് അവർക്ക് വേണ്ടി ചിലവഴിക്കുവാൻ വേണ്ടി ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നവർ, അത്രമാത്രം സമൂഹത്തിൻ്റെ സ്നേഹം ആർജിച്ചെടുത്തവർ, അത്രമാത്രം ലോകത്തിൻ്റെ പ്രതീക്ഷയായവർ, അത്രമാത്രം തങ്ങളുടെ വേർപാട് കൊണ്ട് ലോകത്തെ കരയിപ്പിച്ചവർ, അവരൊക്കെ വിട പറഞ്ഞു പോയൊരു ലോകത്ത് നമുക്ക് ദൈവം ഒരു പുതിയ വർഷം കൂടെ തന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ കൃപ എത്ര വലിയതാണ്. പണം കൊണ്ടാണോ നമ്മൾ നമ്മുടെ ആയുസ് നീട്ടി വാങ്ങിയത്? നമ്മുടെ അറിവ് കൊണ്ടാണോ? നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്കൊപ്പമുള്ളവർ ആരെങ്കിലും ശ്രേഷ്ഠരായതുകൊണ്ടാണോ? അല്ലേ അല്ല. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ട്, അവൻ ദയ തോന്നി നമ്മെ സ്നേഹിച്ചത് കൊണ്ട്, അവൻ കരുണ തോന്നി നമ്മെ സ്നേഹിച്ചത് കൊണ്ട്, അതേ നമുക്കൊരു പുതിയ സീസൺ, നമ്മുടെ ജീവിതം മാറി മറിയുന്ന പുതിയൊരു സീസൺ നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ ആ പുതിയ സീസണിലേക്ക് നമുക്ക് കാൽ വയ്ക്കാം. അതെ, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വിശ്വസ്ത ദൈവമേ, ഈ നല്ല പകലിൽ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരമൊരുക്കി. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അപ്പൻ്റെ ഇഷ്ടം ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന, ഞങ്ങൾ പുതിയത് കാണുന്ന, ഞങ്ങൾ പുതിയത് അനുഭവിക്കുന്ന, ഞങ്ങൾ പുതുമകൾ ആർജിച്ചെടുക്കുന്ന, ഞങ്ങൾ പുതിയ സന്തോഷങ്ങളും പുതിയ നന്മകളും പുതിയ അനുഭവങ്ങളും പ്രാപിച്ചെടുക്കുന്ന പുതുവർഷം, അപ്പനോട് കൂടെ ഞങ്ങളായിരിക്കുന്ന, അപ്പൻ്റെ പേരോട് പേർ ചേർത്ത് ഞങ്ങളുടെ പേർ പറയുന്ന ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങ് തന്ന ഈ വചനത്തിലൂടെ ഞങ്ങളെ കരം പിടിച്ച് നടത്തിയാട്ടെ. അങ്ങയുടെ സന്നിധി ഞങ്ങൾ താഴ്ത്തുന്ന അപ്പാ, ഈ വചനം അടിയനെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അപ്പാ ദൈവശബ്ദമായി മുഴങ്ങട്ടെ. എന്നോട് സംസാരിക്കണമേ. പ്രാർത്ഥിച്ചായിരിക്കുന്നവരുണ്ട് കർത്താവേ, അപ്പൻ്റെ ശബ്ദം ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ പ്രിയപ്പെട്ടവർ കേൾക്കട്ടെ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. പ്രാർത്ഥിച്ചായിരിക്കുന്നവരുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എന്നെ ഒന്ന് തൊടണമേ. കണ്ണുനീരോടെ കാത്തിരിക്കുന്നവരുണ്ട് അപ്പാ, അങ്ങ് തൊട്ട് അവരെ സൗഖ്യമാക്കണമേ. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമേ. കരച്ചിൽ, നിലവിളി അപ്പാ, അവരെ ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്ത് പിടിച്ച് അങ്ങ് ആശ്വസിപ്പിക്കണമേ അപ്പാ. ഈ പാപക്കുഴിയിൽ നിന്ന് എന്നെ കരകയറ്റണമേ എന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവേ. ആ പാപക്കുഴികളിൽ നിന്ന് അപ്പൻ അവരെ അങ്ങ് കരം പിടിച്ച് കയറ്റണമേ അപ്പാ. ഈ വചനത്തിലൂടെ ഇന്ന് ഈ ജനത്തോട് അങ്ങ് ഇടപെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ശ്രേഷ്ഠത പറയുവാനില്ല കർത്താവേ, അങ്ങയുടെ നാമവുമായി നിൽക്കുന്നു. പ്രയോജനപ്പെടുത്തിയാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി അനുഗ്രഹിക്കപ്പെട്ട, നമ്മൾ ഒത്തിരി ധ്യാനിച്ചിട്ടുള്ള ആ വാക്യം വായിച്ചു തുടങ്ങട്ടെ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈ വാക്യത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അല്ല, 2024 നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, ദൈവപ്രവൃത്തിയുടെ വർഷമായി മാറുന്നൊരു ദൂതായി ഈ സ്തോത്രം, ഈ ടൈറ്റിൽ, ആ സ്തോത്രം, ഈ വചനം നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളിലൂടെ ദൈവം നിങ്ങളെ വഴി നടത്തുന്ന, അടയാളപ്പെടുത്തുന്ന വർഷം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, അത്ഭുതങ്ങളിലൂടെ ദൈവം നിങ്ങളെ അടയാളപ്പെടുത്തുന്ന വർഷം. അത്ഭുതങ്ങളിലൂടെ ദൈവം ദേശത്തിൽ നിങ്ങളെ അടയാളപ്പെടുത്തുന്ന വർഷം. സന്തോഷമുള്ളവർ വിളിച്ചു പറയേ, അത്ഭുതങ്ങളിലൂടെ എൻ്റെ ദൈവം എന്നെ എൻ്റെ ദേശത്തിൽ അടയാളപ്പെടുത്തും. അത്ഭുതങ്ങളിലൂടെ എന്നെ ദൈവം എൻ്റെ കുടുംബത്തിൽ അടയാളപ്പെടുത്തും. അത്ഭുതങ്ങളിലൂടെ എൻ്റെ ദൈവം എന്നെ എൻ്റെ സഭയിൽ അടയാളപ്പെടുത്തും. അത്ഭുതങ്ങളിലൂടെ സഭയെ
എൻ്റെ ദൈവം ദേശത്തിൽ അടയാളപ്പെടുത്തും. അതേ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. അത്ഭുതം പ്രവർത്തിച്ച് ദൈവം നിന്നെ ദേശത്തിൽ അടയാളപ്പെടുത്തും. അതെ, നിന്റെ ഭവനത്തിൽ ദൈവം നിന്നെ അടയാളപ്പെടുത്തും. നിന്റെ തലമുറകളുടെ ജീവിതത്തെ എൻ്റെ ദൈവം ദേശത്തിൽ അടയാളപ്പെടുത്തും. നീ ആയിരിക്കുന്ന തൊഴിലിടത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ ദൈവം നിന്നെ അടയാളപ്പെടുത്തും. ഓ താങ്ക് യു ലോർഡ്. നിന്റെ സഭയിൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ ദൈവം നിന്നെ അടയാളപ്പെടുത്തും. അതേ, നിന്റെ കുടുംബത്തിൽ, അതേ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ ദൈവം നിങ്ങളെ നിങ്ങളെ അടയാളപ്പെടുത്തും. ദേശത്തിൽ നിങ്ങളുടെ കുടുംബത്തെ എൻ്റെ യേശു അടയാളപ്പെടുത്തും. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതെ, എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങളെ അടയാളപ്പെടുത്തും. 2024 അതേ സന്തോഷത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവൻ നിങ്ങളെ അടയാളപ്പെടുത്തും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ അവൻ ദേശത്തിൽ അടയാളപ്പെടുത്തും. അതെ, നിങ്ങളെ അവൻ ദേശത്തിൽ അടയാളപ്പെടുത്തും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ എൻ്റെ ദൈവം അടയാളപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പേരില്ലാത്ത, 4 പേർക്ക് നല്ലതൊന്നും പറയുവാനില്ലാത്ത, നല്ലതെന്തെങ്കിലും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുവാനില്ലാതെ നിരാശപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്ന നിങ്ങളോട് തന്നെ എനിക്കറിയാം. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളെ ദേശത്തിലെ അടയാളമാക്കി മാറ്റും. ഓ താങ്ക് യു ലോർഡ്. നിങ്ങളെ ദേശത്തിലെ അടയാളമാക്കി മാറ്റും. നിങ്ങളെ മാറ്റി നിർത്തി ദേശത്തിന് മുൻപോട്ടൊരു പോക്ക് ഇല്ലാത്ത വിധത്തിൽ, ഓ താങ്ക് യു ലോർഡ്, നിങ്ങളെ മാറ്റി നിർത്തി, നിങ്ങളുടെ പേര് മാറ്റി നിർത്തി, നിങ്ങളുടെ ഭവനത്തെ മാറ്റി നിർത്തി, നിങ്ങളുടെ കുടുംബത്തെ മാറ്റി നിർത്തി, നിങ്ങളുടെ തലമുറകളെ മാറ്റി നിർത്തി, നിങ്ങളുടെ സഭയെ മാറ്റി നിർത്തി, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ മാറ്റി നിർത്തി, നിങ്ങളുടെ ശുശ്രൂഷയെ മാറ്റി നിർത്തി, നിന്റെ ബിസിനസിനെ മാറ്റി നിർത്തി, ദേശത്തിന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അതേ എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അടയാളമാക്കി മാറ്റും. ഹല്ലേലൂയ. ഒരു അത്ഭുതത്തെ കുറിച്ച് പറയുമ്പോൾ ദേശത്തിൽ, കുടുംബത്തിൽ, അതേ, മറ്റുള്ളവർ ശ്രദ്ധിക്കും വിധത്തിൽ ഒരു അടയാളമായി മാറുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ആന്തലാണ്. എന്തുകൊണ്ടാണ് ഇത് സാധ്യമായി തീരുമോ? ഇന്ന് ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത് സാധ്യമായി തീരുമോ? നിങ്ങളുടെ നിരാശ അതാണ്, നിങ്ങളുടെ ഭയം അതാണ്. എന്നാൽ കേൾക്കണമേ, അതേ, ചില സ്തോത്രം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരിക്കൽ ഇങ്ങനെ ദൈവം തന്ന ആലോചന പ്രാർത്ഥിച്ച് ഒരു വർഷം ആരംഭിച്ചു. വർധനവിന്റെ വർഷം. ഓർമ്മയുള്ള ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർക്കറിയാം, വർധനവിന്റെ വർഷം പ്രസംഗിക്കുന്ന സമയം പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിനക്ക് തലയ്ക്ക് ഓളമുണ്ടോ എന്ന്. ആമേൻ. നിനക്ക് വട്ടാണോ എന്ന്. കാരണം കൊറോണ പിടിച്ച് എല്ലാം കഷ്ടപ്പാടിൽ കിടന്ന ഒരു സമയം. ആമേൻ. അത് കഴിഞ്ഞ് സ്തോത്രം ഒത്തിരി കാലം വേണം, ആമേൻ, ഒന്ന് പുറത്തു വരുവാൻ വേണ്ടി. അത്രമാത്രം ആരോഗ്യം നഷ്ടപ്പെട്ടവർ, കൊറോണ മുഖാന്തരം ആരോഗ്യം നഷ്ടപ്പെട്ടവരുടെ മുൻപിൽ, ജോലി നഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ, എല്ലാം ഉണ്ടായിരുന്നു ഒന്നും ഇല്ലാതായി തീർന്നവരുടെ മധ്യത്തിൽ, കടക്കാരായി മാറിയവരുടെ മുൻപിൽ, അതേ സ്തോത്രം വിദ്യാഭ്യാസം പകുതി വഴിയിൽ മുടങ്ങിപ്പോയ തലമുറകളുടെ മുൻപിൽ, ആത്മീയ ജീവിതം തകർന്നുപോയ, ഏറ്റവും വലിയ ബുദ്ധിമുട്ടത് ആത്മീയ ജീവിതം പോലും തകർന്നുപോയ വലിയൊരു കൂട്ടത്തിന് മുമ്പിൽ അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇത് വർധനവിന്റെ വർഷമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളത് കേട്ടു. ഇത് വർധനവിന്റെ വർഷമാണ്. തുടർന്ന് വർധനവിൻ്റെ ഒത്തിരി അനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓർപ്പിക്കട്ടെ. അത് പറയുമ്പോൾ, ആ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾ 3 പേരായിരുന്നു. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, 3 പേരായിരുന്നു. വർധനവ് അവിടെ മുതൽ തുടങ്ങി ഞങ്ങളെ ദൈവം 4 ആക്കി മാറ്റി. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഒരു കുഞ്ഞുണ്ടാകുന്നത് വലിയ കാര്യമാണോ? കുഞ്ഞുണ്ടാകുന്നത് വലിയ കാര്യമല്ല. 10 വർഷം ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞതാ ദൈവത്തോട്. ഞങ്ങൾക്ക് വേണ്ട കർത്താവേ, ആമേൻ, ഞങ്ങൾക്ക് ഒരു കുഞ്ഞു മതി, ഞങ്ങൾ അവനെ സ്നേഹിച്ചു കൊള്ളാം, ഞങ്ങൾ അവന് വേണ്ടി ജീവിച്ചു കൊള്ളാം, ഞങ്ങൾ അവനെ അങ്ങേക്ക് വേണ്ടി വളർത്തിക്കൊള്ളാം. ഇതായിരുന്നു ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. കാരണം ലോകത്തിൽ നിന്ന്, സ്തോത്രം, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കേറ്റവും മുറിവുകൾ അത്രമാത്രമായിരുന്നു.
അല്പമുള്ളതിനെ സ്തോത്രം അതിൽ നിന്ന് പങ്ക് തരാതിരിക്കുവാൻ വേണ്ടി സ്തോത്രം ഒരു കുടുംബത്തെ മുഴുവൻ എനിക്ക് ശത്രുക്കളാക്കി മാറ്റിയ, എൻ്റെ ദേശത്തെ പോലും എനിക്ക് ശത്രുവാക്കി മാറ്റിയ ഒരു സഹോദരൻ്റെ സഹോദരനായതുകൊണ്ട് തന്നെ ആ ഒരു പേടി, ഇനി ഒന്നുകൂടെ വന്നാൽ ഇവരും അങ്ങനെയായി തീരുമോ, ആ ഒരു പേടിയാണ്. ഒന്ന് മതി, തമ്മിലടിക്കുന്ന രണ്ടെണ്ണം വേണ്ട, പരസ്പരം സ്നേഹമില്ലാത്ത രണ്ടെണ്ണം വേണ്ട, ശത്രുക്കളായി പെരുമാറുന്ന രണ്ടെണ്ണം വേണ്ട. അതെ, ആ തീരുമാനത്തിൽ ഇരുന്ന ഞങ്ങളെ എൻ്റെ ദൈവം വർദ്ധിപ്പിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ തീരുമാനം അവിടെ ഇരിക്കട്ടെ, നിന്നോട് വർധനവിനെ കുറിച്ച് സംസാരിച്ചത് ഞാനാണ്, നിന്നെ വർദ്ധിപ്പിച്ച് ഞാൻ തുടങ്ങുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, എന്നോട് വർധനവിനെ കുറിച്ച് പറഞ്ഞ ദൈവം ഞങ്ങളെ വർദ്ധിപ്പിച്ചു. അതെ, ആ മെസ്സേജിന് ശേഷം പ്രൈസർ ഫാമിലിക്ക് ഒപ്പമായിരിക്കുന്നവർക്ക്, സഭയ്ക്കകത്തായിരിക്കുന്നവർക്ക് അറിയാം, 100-ലധികം കുടുംബങ്ങൾക്കകത്ത് അതേ തലമുറകൾ ഉദരഫലമെന്ന വർധനവുണ്ടായിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമത്രേ. 18 വർഷത്തിലധികം മക്കളില്ലാതെ ഇരുന്നവർ, സ്തോത്രം, പലപ്പോഴും അവർ കമന്റുകളിലൂടെ സാക്ഷ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തവർ, ട്രീറ്റ്മെന്റുകൾ ചെയ്ത് മടുത്തവർ, സ്തോത്രം, അതെ, ആ വർധനവ് അനുഭവിച്ചു. തൊഴിൽ മേഖലകളിൽ വർധനവ് അനുഭവിച്ചു. ഒരാൾ കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം കുടുംബം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരുന്നവർ, അതെ, കഴിഞ്ഞ വർഷങ്ങളിൽ വർധനവ് അനുഭവിച്ചു. എൻ്റെ സാക്ഷ്യം പറയുവാനല്ല ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്, ആ വർധനവ് തീർന്നിട്ടില്ല. സ്തോത്രം, ഈ വർഷം 2024 നിന്റെ ജീവിതം അടയാളമാകുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്ന ആ അത്ഭുതത്തിൽ ആ വർധനവുണ്ട്. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വർധനവുണ്ട്. കുടുംബത്തിനകത്ത് ആ വർധനവുണ്ട്, തലമുറകളിൽ ആ വർധനവുണ്ട്. സ്തോത്രം, തൊഴിലിടത്തിൽ ആ വർധനവുണ്ട്, ആത്മീയ ജീവിതത്തിൽ ആ വർധനവുണ്ട്, നിന്റെ ബിസിനസ്സിൽ ആ വർധനവുണ്ട്, സഭയിൽ യേശുവിൻ നാമത്തിൽ ആ വർധനവുണ്ട്. ഹല്ലേലൂയ. ആ വർധനവ് തീർന്നു പോയിട്ടേ ഇല്ല. ആ വർധനവിനെ ഇങ്ങനെ ദൂതായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലർ പറയുന്നുണ്ട്, വേണ്ട, ആമേൻ, സ്തോത്രം, വേണ്ട, സ്തോത്രം. വിദേശത്ത് നിന്ന് ഒരു മാതാവ് വളരെ സങ്കടത്തോടെ വിളിച്ച് ചില രാത്രികളിൽ പ്രാർത്ഥനാ വിഷയം അറിയിക്കും. ആ മാതാവിൻ്റെ പ്രശ്നം ഇതാണ്, തൻ്റെ 2ാമത്തെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്, സ്തോത്രം, അതിന് ഓട്ടിസം, അത് പൂർണ്ണമായി ഓട്ടിസം അല്ല എങ്കിലും അതിന് ഓട്ടിസത്തിൻ്റെതായ ലക്ഷണങ്ങളുണ്ട്. സ്പെഷ്യൽ സ്കൂളിലല്ല പഠിക്കുന്നത്, സാധാരണ സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ആ മാതാവിൻ്റെ മകളും മരുമകനും തീരുമാനിച്ചു, ഞങ്ങൾക്കിനി മക്കൾ വേണ്ട. ആ മാതാവ് പറഞ്ഞു, അല്ല, നാട്ടിൽ നിങ്ങൾക്ക് സമ്പാദ്യമുണ്ട്, നിങ്ങൾ വന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സമ്പാദ്യമുണ്ട്, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന തലമുറകൾ ജനിക്കണം, അതാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ച നാളുകളിൽ ഞങ്ങൾ കേട്ട വാഗ്ദത്തം. ഒരു കുഞ്ഞുമായി നിങ്ങൾ ഇരിക്കുവാനുള്ളവരല്ല. സ്തോത്രം, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ 2 മാസത്തിനു മുമ്പ് ആ മാതാവ് വിളിച്ചു പറഞ്ഞു, അവർക്ക് പിന്നെ ഈ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓട്ടിസത്തിൻ്റെതായ ലക്ഷണങ്ങളുമില്ലാത്ത തലമുറയെ നൽകി അവരെ അനുഗ്രഹിച്ചു. അവർ വേണ്ട എന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞു പറ്റത്തില്ല. ചിലർ വേണ്ട എന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം വർദ്ധിപ്പിക്കും. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും പലരും പലതും നോക്കി പറയുന്നുണ്ട്, വേണ്ട, എനിക്കിനി എൻ്റെ ഭാര്യയെ വേണ്ട, എനിക്കിനി എൻ്റെ ഭർത്താവിനെ വേണ്ട, എനിക്ക് അവനൊപ്പം ജീവിക്കണ്ട, എനിക്ക് അവൾക്കൊപ്പം ജീവിക്കണ്ട, എനിക്ക് അങ്ങനെ ജീവിക്കണ്ട, എനിക്ക് നന്നായി ജീവിക്കണ്ട, എനിക്ക് ഇങ്ങനെ നശിച്ച ജീവിതം നയിച്ച് മുൻപോട്ട് പോയാൽ മതി, ഞാൻ ആരുടെയും മുഖത്ത് നോക്കുന്നില്ല, ഞാൻ ആരുടെയും സങ്കടം കാണുന്നില്ല, എനിക്ക് ആരുടെയും സങ്കടം അറിയേണ്ട കാര്യമില്ല, ഞാൻ ഇങ്ങനെ ജീവിച്ച് നശിക്കുവാൻ പോകുന്നു എന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്നെയും ദൈവം വർദ്ധിപ്പിക്കും. യേശുവിൻ നാമത്തിൽ നിന്നെയും ദൈവം വർദ്ധിപ്പിക്കും. നീ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുക്കുവാൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ ദൈവം പറയും, അങ്ങനത്തെ തീരുമാനമൊന്നും വില പോകത്തില്ല, എനിക്കൊരു തീരുമാനമുണ്ട്. ഹല്ലേലൂയ. കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, കരയുന്ന സഹോദരി സഹോദര, എൻ്റെ ദൈവത്തിനൊരു തീരുമാനമുണ്ട്. അവരുടെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനം. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ വർധനവ്. ഈ കഴിഞ്ഞ വർഷവും നമ്മൾ ധ്യാനിച്ചത് നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. താനേ കിളിർത്ത് വരുന്നത്,
ഭക്ഷിക്കുന്ന ആണ്ട്. സ്തോത്രം. താനേ കിളിർത്ത് വരുന്നത്, താനേ കിളിർത്ത് വന്ന ഒത്തിരി അനുഭവങ്ങളെ ഭക്ഷിച്ചവരാണ്, അല്ലെങ്കിൽ ആ ഒത്തിരി അനുഭവങ്ങളിൽ സന്തോഷിച്ചവരാണ് ഞങ്ങൾ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേരും. ഒരു ചെറിയ സംഭവം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകട്ടെ. 2020 ഞങ്ങൾക്ക് വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാഗ്രഹമുണ്ടായി. കൊറോണ സമയത്തിലാണ് TV മിനിസ്ട്രി ചെയ്യണം. ആമേൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് ഒത്തിരി ചാനലുകളെ സമീപിച്ചു. സ്തോത്രം. ഞങ്ങൾ അന്ന് പറയാത്തത്, ഞങ്ങൾ അത് അന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമീപിച്ച വ്യക്തികളിൽ നിന്ന് ഞങ്ങൾ കേട്ട വാക്കുകൾ നിങ്ങളോട് അന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വില പോകും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല, ഇപ്പോഴും പറയുന്നില്ല. വെറുതെ വില കളയുന്നത് എന്തിനാണ്? അത്രമാത്രം മോശമായിട്ടുള്ള വാക്കുകളാണ്. ഞങ്ങൾക്കൊരു സ്ലോട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പലരും ചോദിച്ചത്, നിൻ്റെ സംഘടന ഏതാണ്, ഡെസിഗ്നേഷൻ ഏതാണ്, ID കാർഡ് ഏതാണ്, നിന്നെ പരിചയപ്പെടുത്തുന്ന ആൾ ആരാണ്, എന്തൊക്കെ ചോദ്യങ്ങൾ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നും ഇതൊക്കെ ചോദ്യങ്ങളായി ഉള്ളത് കൊണ്ടാണ് പലരും യേശുവിനെ കുറിച്ച് പറയാത്തത്. അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇത്രയും ആൾക്കാരൊക്കെ വേണം. ആമേൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വെച്ച് പരിപാടി നിർത്തി. വിഷമിച്ചില്ല എങ്കിലും നമ്മുടെ ലോക്കൽ ചാനൽ മന്ന TV ഞങ്ങൾ മെസ്സേജ് കൊടുത്തു. അങ്ങനെ എന്തായാലും നമുക്ക് TV മിനിസ്ട്രി ഉണ്ടല്ലോ, അതൊരു സന്തോഷം. അങ്ങനെ സന്തോഷിച്ച് മുൻപോട്ട് പോകവേ ഈ 2023 താനെ കിളിർത്ത് വിളയുന്നത് ഭക്ഷിച്ച് സന്തോഷിക്കുന്ന ആണ്ടിൽ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചില്ല. സ്തോത്രം. 4 വർഷത്തിന് മുമ്പ് സമീപിച്ചപ്പോൾ ബ്രദറേ എന്ന് പോലും വിളിക്കാത്തവർ പാസ്റ്ററേ എന്ന് വിളിച്ച് സംസാരിച്ചു. ഹല്ലേലൂയ. 2 മാസമായി സ്തോത്രം ഹാർവസ്റ്റ് TV നമ്മുടെ മെസ്സേജും ഓടുന്നുണ്ട്. ഹല്ലേലൂയ. അത് താനെ കിളിർത്ത് വന്നതാണ്. നമ്മൾ ഒരുപാട് പേരോട് പറഞ്ഞിട്ട് നടക്കാത്തതാണ്. ആമേൻ. ദൂതിതാണ്, ഒത്തിരി ശ്രമിച്ച് നടക്കാത്തത് തനിയെ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ഓടി, ഒരുപാട് അലഞ്ഞു, ഒരുപാട് അധ്വാനിച്ചു. ഓ സ്തോത്രം. എന്നിട്ട് നടക്കാത്തത് തനിയെ സംഭവിക്കുക. എൻ്റെ ദൈവത്താൽ. യേശുവിൻ നാമത്തിൽ. നിന്റെ ബുദ്ധി കൊണ്ടല്ല സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല, നിങ്ങളുടെ അറിവ് കൊണ്ടല്ല, എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ. യെസ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർക്ക് അറിയാം, നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഞാൻ തിരിച്ചു നിങ്ങളോട് പറയട്ടെ. ദൈവദാസനെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഹല്ലേലൂയ. പലരും ആശ്ചര്യത്തോടെ പറഞ്ഞ കാര്യമാ, ഒരു സ്വപ്നം പോലെ തോന്നുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇത് പറഞ്ഞതിലൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് പഠനം കഴിഞ്ഞ സമയം മുതൽ അദ്ദേഹം ആഗ്രഹിച്ചു, എനിക്ക് യൂറോപ്യൻ രാജ്യത്ത് കടന്നു പോകണം. സ്തോത്രം. ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോയി ജോലി ചെയ്ത് നാട്ടിൽ പെരുമയുള്ളവനായി ജീവിക്കണം. നല്ല ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അദ്ദേഹം ഒത്തിരി ശ്രമിച്ചു. 2 തവണ ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് നഷ്ടപ്പെട്ടു പോയി. പറ്റിക്കുന്ന ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് പാമ്പിനെ പോലെ കൗശലവും പ്രാവിനെ പോലെ നിർമ്മലതയും ഉള്ളവരായി 2024 നിങ്ങളായിരിക്കണം. പറ്റിക്കപ്പെടാതിരിക്കുവാൻ, അതെ എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുവാൻ പാമ്പിനെ പോലെ കൗശലവും പ്രാവിനെ പോലെ നിർമ്മലതയും ഉള്ളവരായിരിക്കണം. ആമേൻ. വചനം പറയുന്നു, അപ്പോസ്തലനായ പൗലോസിലൂടെ നിങ്ങളത് കേട്ടിട്ടുണ്ട്, സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ ഉപായികളുടെ ലോകം എങ്ങനെ തകർത്ത് കളയാം, എങ്ങനെ നശിപ്പിച്ചു കളയാം, എങ്ങനെ കൊന്നുമുടിക്കാം എന്ന് കാത്തിരിക്കുന്ന ഉപായികളുടെ ലോകം. പാമ്പിനെ പോലെ കൗശലം നിങ്ങൾക്ക് ആവശ്യമത്രേ. ആ സഹോദരൻ ഒത്തിരി ശ്രമിച്ചു, പലതവണ പരാജയപ്പെട്ടു. അതുകൊണ്ട് ആ സഹോദരൻ ആ ആഗ്രഹമെല്ലാം അങ്ങ് വിട്ടുകളഞ്ഞു. ഇനി എനിക്ക് വിദേശത്തൊന്നും പോകണ്ട, ഇനി എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, എൻ്റെ സ്വപ്നമെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുവേണ്ടിയുള്ള പരിശ്രമം നിർത്തി, അതിനുവേണ്ടിയുള്ള ആ സ്തോത്രം പ്രാർത്ഥന നിർത്തി. പക്ഷേ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു പറഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മനുഷ്യനോട് പറയുവാൻ തന്നൊരു ആലോചനയെ പിടിച്ച് ഞങ്ങളങ്ങ് കയറി. ആമേൻ. അവന് മുൻപിൽ രാജ്യങ്ങളുടെ വാതിൽ തുറക്കുന്നത് ആ സഹോദരൻ വിളിച്ചു പറഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ആ സഹോദരനോട് പറഞ്ഞു, ആ സഹോദരൻ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചില്ലേ എന്നറിയത്തില്ല, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ വർഷം ആ സഹോദരൻ ഒരു വിദേശ രാജ്യത്ത് എത്തിച്ചേർന്നു, ഒരു യൂറോപ്യൻ കൺട്രിയിൽ തന്നെ എത്തിച്ചേർന്നു. അതെ, അവൻ അധ്വാനിച്ചിട്ടല്ല,
സ്തോത്രം. ആരെങ്കിലും കാല് പിടിച്ചിട്ടല്ല, അവിടെ നിന്ന് വിസയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും പണം അയച്ചു കൊടുത്തിട്ടല്ല, തനിക്ക് വേണ്ടി ദൈവം വഴി തുറന്നു കൊടുത്തു. അതെ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി ഞാൻ ശ്രമിക്കത്തില്ല, ഇനി എനിക്ക് ആ ജോലി കിട്ടത്തില്ല, ഇനി ഞാൻ ശ്രമിച്ചാലും എനിക്ക് ആ ജോലി കിട്ടത്തില്ല, എനിക്ക് വയ്യ, അതിന്റെ പിന്നാലെ നടക്കുവാൻ വയ്യ എന്ന് മടുത്തായിരിക്കുന്ന പ്രിയരെ കേൾക്ക്. 2024 2023 നീ കേട്ട പ്രവചനത്തിന്റെ നിവർത്തിയാണ് താനേ കിളിർത്തു വരുന്നത്. അതെ, എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരുന്നത് നിന്റെ തലമുറകളിലൂടെ നീ അത് വിദേശ നന്മ സഹോദരി, നിന്റെ തലമുറയിലൂടെ വിദേശ നന്മ സഹോദര, നിന്റെ തലമുറയിലൂടെ വിദേശ നന്മ നടക്കത്തില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും പിള്ളേരുടെ മടിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ തളർന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. കാരണം ഇന്ന് പഠിക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയ അറിവൊന്നുമില്ല. ഏറി വന്നാൽ ഡിഗ്രി പഠിച്ച മാതാപിതാക്കളായിരിക്കും, അല്ലെങ്കിൽ ഒരു PG ഉള്ള മാതാപിതാക്കളായിരിക്കും. അവർക്കറിയാം അതേ ലെവലിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് അറിയാം ഇന്നത്തെ പിള്ളേർ പഠിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവൽ വേറെയാ, അവർ അതിലൂടെ എത്തിപ്പെടുവാനുള്ള സ്ഥലങ്ങൾ വേറെയാ, അതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് വേറെയാ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ 2 വാക്ക് പറയുമ്പോൾ നമ്മൾ തളർന്ന മൂലയിലിരിക്കും. അയ്യോ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, എൻ്റെ കുഞ്ഞിന് പറ്റത്തില്ല, എൻ്റെ കുഞ്ഞ് പോകത്തില്ല, അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തളർന്നായിരിക്കുന്ന ചില മാതാപിതാക്കളോട് പറയട്ടെ, നിനക്ക് കാര്യം മനസ്സിലായിട്ടില്ല, അവനും മനസ്സിലായിട്ടില്ല. അതെ, ദൈവം നിന്റെ സ്വപ്നത്തിന്, നിന്റെ ആഗ്രഹത്തിന്, നിന്റെ വാഗ്ദത്തത്തിന് പൂർത്തീകരണം വരുത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. എന്ത് പ്രതീക്ഷിച്ചാണോ ആ കുഞ്ഞിനെ നീ പഠിക്കുവാൻ വിട്ടത്, അതേ മാതാവേ, എന്ത് പ്രതീക്ഷിച്ചാണോ ആ മകളെ നീ പഠിക്കുവാൻ വിട്ടത്, അതേ പിതാവേ, എന്ത് പ്രതീക്ഷിച്ചാണോ നീ ഇല്ലാത്തതുണ്ടാക്കി നിന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, അതിന് ഏറ്റവും നല്ലത് പ്രതിഫലമായി ഓ റാഥാന ഷഖാർ. ഹല്ലേലൂയ. പലരും മതിയാക്കിയിരിക്കുക. ആമേൻ. ഇനി വയ്യ, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇനി അവൻ നന്നാവത്തില്ല, ഇനി അവൾ നന്നാവത്തില്ല, ഇനി ഇവളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല, ഇനി എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല, ഇനി എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല, ഇനി എൻ്റെ ഈ രോഗം മാറത്തില്ല, ഞാനിങ്ങനെ രോഗിയായി തന്നെ ആയുഷ്കാലം മുഴുവനും തുടരും. കേൾക്കണമേ, നിങ്ങൾ മതിയാക്കിയായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവം മതിയാക്കിയിട്ടില്ല. ആമേൻ. താനേ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ താനേ ചിലത് സ്തോത്രം മുളപ്പിച്ച് കിളിർപ്പിച്ച് തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ 2023 കഴിഞ്ഞുപോയി, അതുകൊണ്ട് അയ്യോ അത് പോയല്ലോ, ഇല്ല. ഹല്ലേലൂയ. നിങ്ങൾ കേട്ട ഒരു ദൂത് പോലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയിട്ടില്ല. ആമേൻ. ഒന്നും കൂടെ സന്തോഷത്തോടെ പറയട്ടെ, സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കേട്ട ഒരു ദൂത് പോലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. കാരണം ദൈവത്തിന്റെ ദൂതിന് എക്സ്പയറി ഇല്ല. ഓ താങ്ക് യു ലോർഡ്. നിങ്ങൾ കേട്ട ദൈവത്തിന്റെ ദൂതിന് എക്സ്പയറി ഇല്ല. ദൈവത്തിലൂടെ, സർവശക്തനായവനിലൂടെ നിങ്ങൾ കേട്ട ദൂതിന് എക്സ്പയറി ഇല്ല. ഹല്ലേലൂയ. നോക്കൂ, ആ ദൂത് കേട്ട അബ്രഹാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ. ആ ദൂത് കേട്ട സാറയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പതിവ് നിന്നുപോയി, ഒരു സ്ത്രീക്കുള്ള പതിവ് നിന്നുപോയി. മീൻസ് ആ ലോകം വിധി എഴുതുകയാണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അബ്രഹാം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാറ, എക്സ്പയറി ഡേറ്റ് കഴിയാത്ത വാഗ്ദത്തം. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത വാഗ്ദത്തം. വർധനവിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. ഓ താങ്ക് യു ലോർഡ്. താനേ കിളിർത്തു വരുന്നതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. യെസ്, യേശുവിൻ നാമത്തിൽ ഈ 2024 അത്ഭുതങ്ങളിലൂടെ ദൈവം നിന്നെ ദേശത്തിൽ അടയാളപ്പെടുത്തുന്നത് വർധനവിലൂടെയാണ്, താനേ കിളിർത്തു വരുന്നതിലൂടെ. അതെ, നീ ഡോക്ടറിലൂടെ നേടിയെടുക്കുന്ന വിടുതലിനെ കുറിച്ചല്ല, നീ സ്തോത്രം മരുന്ന് കുടിച്ച് അല്ല, എൻ്റെ ദൈവം നിന്നെ സൗഖ്യമാക്കുക. ഹല്ലേലൂയ. പലരും പറയുന്നുണ്ട്, ഇനി വയ്യ, ഇനി ഡോക്ടറെ കാണുവാൻ വയ്യ, ഇനി മരുന്നിൽ ആശ്രയിക്കുവാൻ വയ്യ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സൗഖ്യമാക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ വർഷത്തെ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പിന്നെയും ഞാൻ ക്ഷണിക്കട്ടെ. അതെ, അത്ഭുതങ്ങളിലൂടെ ദൈവം നിങ്ങളെ അടയാളപ്പെടുത്തുന്ന വർഷം ഈ 2024. അതെ, ഇന്നു മുതൽ ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഓരോ പ്രഭാതങ്ങളിലും പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോഴും നിങ്ങൾ പറയണം, എൻ്റെ ദൈവം അത്ഭുതങ്ങളിലൂടെ എന്നെ അടയാളപ്പെടുത്തും, എൻ്റെ ദൈവം അത്ഭുതങ്ങളിലൂടെ എന്നെ എൻ്റെ കുടുംബത്തിനകത്ത് അടയാളപ്പെടുത്തും, എൻ്റെ ദൈവം എന്നെ അത്ഭുതങ്ങളിലൂടെ എൻ്റെ ദേശത്ത് അടയാളപ്പെടുത്തും, എൻ്റെ ദൈവം എന്നെ
എന്നെ അത്ഭുതങ്ങളിലൂടെ എൻ്റെ സ്കൂളിൽ, കോളേജിൽ, ഞാനായിരിക്കുന്ന സ്ഥാപനത്തിൽ അതെ എൻ്റെ ദൈവം എന്നെ അടയാളപ്പെടുത്തും. നിശ്ചയമായും പ്രിയരേ, ഈ വചനം, ഈ ദൂത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ സംഭവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം ഒരു കുട്ടി സ്റ്റോറി പോലെ പരിചിതമാണ്. കാനാവിലെ കല്യാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായി ഒന്നാമത്തെ അത്ഭുതം. ആ അത്ഭുതം അത് നടന്നതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് അതിനെ ചെയ്തു. മീൻസ് കർത്താവ് ചെയ്യുന്നത് പലതിൻ്റെയും തുടക്കമാണ്, ഒന്നിൻ്റെയും ഒടുക്കമല്ല. ആമേൻ. ലോകത്തിൽ നിന്ന് പലതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പലതിൻ്റെയും അവസാനമായി. അതെ, നിങ്ങൾ ഒരുപാട് ചോദിക്കുന്നത് കയ്യിൽ തരും, തരാതൊന്നും ഇരിക്കത്തില്ല, തരും. തന്നിട്ടൊരു വാക്കുകൂടെ പറയും, ഇനി ഇതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ഹല്ലേലൂയ. ഇനി എനിക്ക് എൻ്റെ കയ്യിലില്ല. അവരുടെ അവസ്ഥയായിരിക്കും, അവർ സത്യമായിരിക്കും പറയും, ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങളുടെ കയ്യിലില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പലരിൽ നിന്നും ആ വാക്ക് കേൾക്കുമ്പോൾ തളർന്നു പോകും. ജീവിക്കുവാൻ തന്നെ ശക്തി പകരുന്നത് ചില കരങ്ങളിൽ നമ്മൾ വച്ചിരിക്കുന്ന ആശ്രയത്വമാണ്, ചില വ്യക്തികളിൽ നമ്മൾ വച്ചിരിക്കുന്ന ആശ്രയത്വമാണ്, ചിലർ നമ്മോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പാണ്. സ്തോത്രം. ചില സമയം അവർ പറയും, ഇനി എന്നെ പ്രതീക്ഷിക്കരുത്, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ ഭാരം ഇനി വഹിക്കുവാൻ എനിക്ക് പറ്റത്തില്ല, ഈ കഷ്ടത നിനക്ക് വേണ്ടി നീ മുഖാന്തരം സഹിക്കുവാൻ എനിക്കിനി പറ്റത്തില്ല, നിനക്ക് വേണ്ടി ഇനി നാണം കെടുവാൻ എനിക്ക് പറ്റത്തില്ല, നിനക്ക് വേണ്ടി അപമാനിക്കപ്പെടുവാൻ ഇനി പറ്റത്തില്ല. ഇതൊരവസാനത്തെ, സ്തോത്രം, ആമേൻ, സ്തോത്രം. ഇതൊരവസാനത്തെ പറഞ്ഞിട്ടുള്ളവരാണ്, നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ കർത്താവ് പറയുന്നേ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്തോത്രം. ഞാൻ ചിലത് ചെയ്യുന്നത് ആരംഭമായിട്ടാ, ഒന്നിൻ്റെയും അവസാനമായിട്ടല്ല. എന്തെങ്കിലും ചെയ്ത് ഞാൻ മതിയാക്കി പോകുക എന്ന് പറഞ്ഞു പോകുന്നവനല്ല എൻ്റെ കർത്താവ്. നിന്റെ ജീവിതത്തിൽ ഈ 2024 പ്രവർത്തിക്കുവാൻ പോകുന്നത് ചിലതിൻ്റെ ആരംഭമായിട്ട്. യേശുവിൻ നാമത്തിൽ നീ കാണുവാൻ പോകുന്നത്, നീ അനുഭവിക്കുവാൻ പോകുന്നത്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്, ദേശം നിന്നിലൂടെ കാണുവാൻ പോകുന്നത് ചിലതിൻ്റെ ആരംഭം അത്രേ. സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ചിലതിന്റെ ആരംഭം നിങ്ങളിലൂടെ എൻ്റെ കർത്താവ് കുറിക്കുക. ഹല്ലേലൂയ. നോക്കൂ, അവിടെ ഒരു കുറവുണ്ടായി. യഹൂദന്മാരുടെ കല്യാണ വീട്ടിലെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു ഫംഗ്ഷനിലെ പ്രധാനപ്പെട്ട, ഏതെങ്കിലും ആകട്ടെ ഫംഗ്ഷനിലെ പ്രധാനപ്പെട്ട അവരുടെ ഒരു പാനീയമാണ്, സ്തോത്രം, നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ചായ കൊടുക്കുന്നത് പോലെ, അതിനേക്കാൾ ഉപരി അവരുടെ പുറപ്പാടുമായി ബന്ധപ്പെട്ട്, അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാനീയമാണ്, സ്തോത്രം, വൈൻ അഥവാ മുന്തിരിച്ചാറ്, വീഞ്ഞ്. ആ വീഞ്ഞ് തീർന്നു പോയി. ആ വീട്ടിനകത്തൊരു കുറവ് വന്നു. സ്തോത്രം. കേൾക്കണമേ, ആ കുറവിനെ, ആ ഭവനത്തെ ആ ദേശത്തിൽ അടയാളപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് നിറവാക്കി തീർത്തു. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭവനത്തിലൊരു കുറവ് വന്നു. ആ ഭവനത്തിൽ കുറവ് വരുത്തിയ പിശാചിന് ഒരാലോചന ഉണ്ടായിരുന്നു. എന്താ? ആമേൻ. പകുതി വഴിയിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയ ഭവനമായി ആ ഭവനം അടയാളപ്പെടുത്തപ്പെടണം. ആമേൻ. ബന്ധുക്കൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ, തല്ലിപ്പിരിഞ്ഞ ഭവനമായി ആ ഭവനം അടയാളപ്പെടുത്തപ്പെടണം. ഭാഗ്യമില്ലാത്ത നിർഭാഗ്യവാന്മാരുടെ ഭവനമായി ആ ഭവനം ദേശത്തിൽ അടയാളപ്പെടുത്തപ്പെടണം. ആമേൻ. സ്തോത്രം. വിവാഹവേദിയിൽ വിവാഹം മുടങ്ങിപ്പോകുന്ന ഒരു വധുവിൻ്റെയോ വരൻ്റെയോ വീട്ടുകാരുടെയോ സ്തോത്രം സാഹചര്യം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തു പറയും? ഭൂമി പിളർന്ന് താണു പോയെങ്കിൽ നന്നായിരുന്നു. അவ்விധത്തിൽ അവരെ പരാജയമായി, അவ்விധത്തിൽ അവരെ ദുശകുനമായി, അவ்விധത്തിൽ അവരെ തകർച്ചയുടെ അടയാളമാക്കി തീർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കി. എന്നാൽ എൻ്റെ ദൈവമോ അവരെ നിറവിൻ്റെ അടയാളമാക്കി തീർന്നു. ആമേൻ. തീർന്നു പോയതിനെ തിരികെ നൽകി. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ തീർന്നു പോയതിനെ തിരികെ നൽകി എൻ്റെ ദൈവം നിന്നെ അടയാളപ്പെടുത്തും. അതെ, എൻ്റെ യേശു നിന്റെ
ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വേദനയോടെ നിരാശയോടെ നീ ആയിരിക്കുന്ന ആ തൊഴിലിനെ തിരികെ നൽകി നിന്നെ ആ രാജ്യത്ത്, ആ സ്ഥാപനത്തിൽ, സ്തോത്രം, ആ വർക്ക്ഷോപ്പിൽ, അതെ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ആ വർക്ക്ഷോപ്പിൽ എൻ്റെ ദൈവം നിന്നെ അടയാളപ്പെടുത്തും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, തിരികെ നൽകി. നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭർത്താവിനെ തിരികെ നൽകി, നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭാര്യയെ തിരികെ നൽകി, നഷ്ടപ്പെട്ടു പോയ നിന്റെ മക്കളെ തിരികെ നൽകി, നഷ്ടപ്പെട്ടു പോയ നിന്റെ സന്തോഷത്തെ തിരികെ നൽകി, നഷ്ടപ്പെട്ടു പോയ നിന്റെ അനുഗ്രഹങ്ങളെ തിരികെ നൽകി, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ നന്മകളെ തിരികെ നൽകി. യേശുവിൻ നാമത്തിൽ തീർന്നു പോയതിനെ, കുറഞ്ഞു പോയതിനെ നിറച്ച് എൻ്റെ ദൈവം നിങ്ങളെ അടയാളപ്പെടുത്തും. ഹല്ലേലൂയ. യേശു നിറച്ചപ്പോ, ഹല്ലേലൂയ, 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവിടെ തീർന്നു പോയി. തുടർന്ന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, യേശു നിറച്ചു. യേശു നിറച്ചപ്പോ വെറും വീഞ്ഞു നിറഞ്ഞു എന്ന് മാത്രമല്ല അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ യേശു തീർന്നു പോയതിനെ നിറച്ചപ്പോൾ അത് ചർച്ചയായി മാറി. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, യോഹന്നാൻ സുവിശേഷം തന്നെ 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവിടെ ഒന്നും ഇങ്ങനെ പതിവുള്ളതല്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ശ്രദ്ധിക്കണമേ, ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നത്, ഇത്രമാത്രം ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിക്കുന്നത്, ഇത്രമാത്രം ഉപവസിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അല്ല. സ്തോത്രം, പതിവില്ലാത്തത്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തിൽ പതിവില്ലാത്തത്, കുടുംബങ്ങളിൽ പതിവില്ലാത്തത്, സമൂഹത്തിൽ പതിവില്ലാത്തത്, യേശുവിൻ നാമത്തിൽ അവിടെയും ഇവിടെയും സംഭവിക്കുന്നതല്ല, അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടിൽ സംഭവിക്കുന്നതല്ല, അപ്പുറത്തിന്റെയും ഇപ്പുറത്തവന്റെയും വീട്ടിൽ സംഭവിക്കുന്നതല്ല. പതിവില്ലാത്തത്, ദേശത്തിൽ പതിവില്ലാത്തത്, കുടുംബങ്ങളിൽ പതിവില്ലാത്തത്, നിന്നെ പോലെ ബാധിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ പതിവില്ലാത്തത്, സംഭവിച്ചിട്ടില്ലാത്തത് എൻ്റെ ദൈവം 2024 നിന്റെ ജീവിതത്തിൽ, യേശുവിൻ നാമത്തിൽ പതിവില്ലാത്തത് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം, ഇത് പതിവുള്ള കാര്യമല്ല സഹോദരി, ഇത് പതിവുള്ള കാര്യമല്ല, അപ്പുറത്തും ഇപ്പുറത്തും നടന്നിട്ടുള്ള കാര്യമല്ല. അവർ പറഞ്ഞിട്ടുള്ളത് നടക്കത്തില്ല, നീയും പറഞ്ഞിട്ടുള്ളത് നടക്കത്തില്ല. പതിവില്ലാത്തത്, അവിടെയും ഇവിടെയും നടന്ന് നീ കണ്ടിട്ടില്ലാത്തത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ചർച്ചയാവുക, കാനാവിലെ കല്യാണ വീട് ചർച്ചയാവുക. യേശുവിൻ നാമത്തിൽ പ്രിയരെ, വീഞ്ഞ് മിച്ചം വന്ന ഒരുപാട് കല്യാണങ്ങൾ അവിടെ നടന്നു കാണും. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. വീഞ്ഞ് ഇങ്ങനെ കോരി ഒഴുക്കി കളഞ്ഞ കല്യാണം, നമ്മൾ ചില കല്യാണങ്ങൾ വീടുകളിൽ പോയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടില്ലേ, ആഹാരം അങ്ങനെ ചുമ്മാ കിടക്കുക, കഴിക്കാൻ ആളില്ല, അവർ പാഴ്സലാക്കി കൊടുത്തു വിടുക. സ്തോത്രം. അത് ഉണ്ടാക്കി വെച്ചവൻ്റെ ഉള്ളിലൊരു സന്തോഷം കാണും. ആർക്കും ഒന്നിനും കുറവ് വന്നില്ല, അത് സന്തോഷമാണ്. ആമേൻ, സ്തോത്രം. എത്രയോ കല്യാണ വീട്ടിൽ വീഞ്ഞ് വെറുതെ കളഞ്ഞു കാണും. അന്നേ അവർ പ്ലാൻ ചെയ്ത് വെച്ച് ഒരുപാട് ഒരുക്കി വെച്ചിട്ട് വീഞ്ഞ് വെറുതെ കളയുമ്പോൾ അവർക്കുള്ളിലൊരു സന്തോഷം ഉണ്ടായിരിക്കും. എന്നാലും ആർക്കും കുറവ്, എല്ലാവന്മാരും വേണ്ട പോലെ കുടിച്ചുകൊണ്ടാണ് പോയത്. എല്ലാവർമാർക്കും കിട്ടി, എല്ലാവർക്കും കൊടുത്തു. സ്തോത്രം. പക്ഷേ ആ ഭവനങ്ങളൊന്നും ചരിത്രമായില്ല. വീഞ്ഞ് വെറുതെ ഒഴുക്കിക്കളഞ്ഞ ഭവനങ്ങളൊന്നും ചരിത്രമായില്ല. വീഞ്ഞ് മിച്ചം വന്ന ഭവനമൊന്നും ചരിത്രമായില്ല. കാനാവിൽ ഒരേ ഒരു ഭവനമേ ചരിത്രമായുള്ളൂ. താങ്ക് യു ലോർഡ്. അത് പതിവില്ലാത്തത് സംഭവിച്ച ഭവനമാണ്. നിന്റെ ദേശത്തിൽ ഒത്തിരി ഭവനങ്ങളുണ്ട്, ഒത്തിരി വീടുകളിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, പണമുണ്ട്. സ്തോത്രം. കുടുംബമായി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. സ്തോത്രം. അതല്ല ചരിത്രമാകുന്നത്, പതിവില്ലാത്തത് സംഭവിക്കുന്ന നിന്റെ ഭവനമാണ്. താങ്ക് യു ലോർഡ്. നിന്റെ ജീവിതമാ പതിവില്ലാത്തത്. യേശുവിൻ നാമത്തിൽ അവിടെയും ഇവിടെയും പതിവില്ലാത്തത് നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്ത് ദേശത്തിലെ ചരിത്രമാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പതിവില്ലെന്നാ. ആമേൻ, സ്തോത്രം. അത് രുചിച്ച് നോക്കിയോ പറയും ഇത് പതിവില്ല. ഈ ഒരു സംഭവം അത് അനുഭവിച്ചവരെല്ലാം പറയും ഇത് പതിവില്ലാത്തതാണ്, ഇതിനൊരു സാധ്യതയുമില്ല. ആമേൻ, സ്തോത്രം. 2024 പതിവില്ലാത്തത് സംഭവിക്കുവാൻ പോകുക. ആമേൻ. വിശ്വസിക്കുന്നവർ വിളിച്ചു പറയും, അപ്പ എൻ്റെ ജീവിതത്തിൽ പതിവില്ലാത്തത് 2024 സംഭവിക്കുവാൻ പോകുക. എൻ്റെ കുടുംബത്തിനകത്ത് പതിവില്ലാത്തത് സംഭവിക്കുവാൻ പോകുക. ഞങ്ങളുടെ ജീവിതത്തിൽ പതിവിൽ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, സ്തോത്രം. പ്രിയരേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ സന്തോഷത്തോടെ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ.
അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നതിൻ്റെ ഒരു ആവർത്തനം നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ. അവരുടെ ഇവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ തുടർച്ച നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഏലിയാവിനേക്കാൾ ഭക്തന്മാർ ഏലിയാവിന് ശേഷം ഉണ്ടായിരുന്നു. യേശു തന്നെ പറഞ്ഞു, വേറെ ആരുടെ അടുക്കൽ കാക്ക പോയിട്ടില്ല. സ്തോത്രം. കാക്കയും ഏലിയാവും അതൊരു ടോപ്പിക്കാണ്. ആമേൻ. അതൊരു ദൈവപ്രവൃത്തി, അതിനൊരു ആവർത്തനമില്ല. ആമേൻ. നീ ദേശത്തിൽ പ്രതീക്ഷിക്കുകയോ കാണുകയോ ചെയ്യുന്നതിൻ്റെ ആവർത്തനമല്ല, ആരും കണ്ടിട്ടില്ലാത്ത, നിനക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തത് പുതിയത് 2024 എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കണ്ടിട്ടില്ലാത്തത് നീ അറിഞ്ഞിട്ട് ഒന്നിൻ്റെയും ആവർത്തനമല്ല. ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതിൻ്റെ ആവർത്തനമല്ല. ദേശത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവം ചെയ്ത് നിർത്തിയതിൻ്റെ തുടർച്ചയല്ല. ആമേൻ. പുതിയത്, സ്തോത്രം, പുതിയത് ചർച്ചയാകുന്നത്, നിന്റെ കുടുംബം ചർച്ചയാകുന്നത്, സ്തോത്രം, നിന്റെ സഭ ചർച്ചയാകുന്നത്, നിന്റെ പ്രാർത്ഥനാ ജീവിതം ചർച്ചയാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. കർത്താവ് അങ്ങനെ വെറുതെ ചെയ്യുമെന്നല്ല പറഞ്ഞു. ശ്രദ്ധിച്ചേ, കർത്താവ് ചർച്ചയാക്കുവാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നിന്നെ ചർച്ചയാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്ന വേറൊരുത്തനുണ്ട്. ഹല്ലേലൂയ. ആ ഭവനത്തെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുവാൻ ആഗ്രഹിച്ച ഒരു പിശാച് അവിടെ നിൽപ്പുണ്ട്. സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ഭവനത്തെ ഒരു ചർച്ചയാക്കി കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിശാച് പുറത്ത് നിൽപ്പുണ്ട്. എപ്പോൾ ഈ ഭവനം ഒരു ചർച്ചയായി മാറും, മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനും കളിയാക്കുവാനും പരിഹസിക്കുവാനുമുള്ളൊരു മുഖാന്തരമായി ഈ ഭവനം മാറും. പിശാച് നിൽപ്പുണ്ട്. പിശാച് അവിടെ നിൽക്കുന്നത് കൊണ്ട് ആ ദൈവം, സ്തോത്രം, മറ്റൊരു രീതിയിൽ അതിനെ ചർച്ചയാക്കി മാറ്റുവാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പിശാചിനോട് പറയുക, പിശാചേ, നീ ആഗ്രഹിക്കുന്നത് പോലൊരു ചർച്ച ആ ഭവനത്തിനകത്ത് നടക്കത്തില്ല. ആ ഭവനത്തെക്കുറിച്ച് ദേശത്തിൽ നടക്കത്തില്ല. അവനെക്കുറിച്ച് അവളെക്കുറിച്ച് ദേശത്തിൽ നടക്കത്തില്ല. 2020 അവനെക്കുറിച്ച് അവളെക്കുറിച്ച് ചർച്ച ചെയ്തതല്ല. 2021 നിന്നെക്കുറിച്ച് ചർച്ച ചെയ്തതല്ല. 2022 നിന്റെ ഭവനത്തെക്കുറിച്ച് ചർച്ച ചെയ്തതല്ല. 2023 നിന്റെ ഭവനത്തെക്കുറിച്ചും നിന്നെക്കുറിച്ചും നിന്റെ തലമുറകളെക്കുറിച്ചും പറഞ്ഞ് പരിഹസിച്ചതല്ല. 2024 ആവർത്തനമില്ലാത്ത പുതിയതൊന്ന്, ആ ആവർത്തനം തീരുക. ആമേൻ, ആമേൻ, ആമേൻ. യേശു. വീഞ്ഞ് തീരുന്ന വീടുകളിലെല്ലാം ഒരു ആവർത്തനമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വീഞ്ഞ് തീരുന്ന വീടുകളിലെല്ലാം ഒരു ആവർത്തനമുണ്ട്. ആ ആവർത്തനത്തിന് എൻ്റെ യേശു കാനാവിലെ കല്യാണ വീട്ടിൽ സ്റ്റോപ്പ് ചെയ്തു. ഹല്ലേലൂയ, ആമേൻ. അതെ, പതിവില്ലാത്തത് എൻ്റെ യേശു ആ ഭവനത്തിൽ ചെയ്തു. ആമേൻ. യേശു ചെയ്യുന്നത് ചർച്ചയായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയരെ, പതിവില്ലാത്തത് 2024 എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഒരു നിമിഷം നിങ്ങളത് ശ്രദ്ധിക്കണമേ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ ആലോചന, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ പോകുന്നത് നിങ്ങളുടെ ചുമരിൽ തൂങ്ങുന്ന കലണ്ടർ മാതൃഭൂമി മാറി മനോരമ ആകുന്നത് കൊണ്ടല്ല. രാമചന്ദ്രൻ്റെ കലണ്ടർ മാറി പോത്തീസിൻ്റെ കലണ്ടർ ആകുന്നത് കൊണ്ടല്ല. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കല്യാണ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആമേൻ. കല്യാണ വീടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയ പെയിൻറ്റിൻ്റെ മണം വരും. ഹല്ലേലൂയ. ആ വീട്ടിലെ പഴയ പെയിൻറ് മാറിയത് കൊണ്ടല്ല ആ വീട്ടിനകത്ത് പതിവില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചത്. ശ്രദ്ധിച്ചേ, കാനാവിലെ കല്യാണ വീട്ടിലെ പെയിൻറ് മാറിയത് കൊണ്ടല്ല, കാനാവിലെ കല്യാണ വീട്ടിൽ എല്ലാവരും കുളിച്ച് പുതിയ ഡ്രസ്സ് ഇട്ടത് കൊണ്ടല്ല, കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു കല്യാണം നടക്കുവാൻ പോകുന്നത് കൊണ്ടല്ല, ഒരുപാട് വിരുന്നുകാർ വന്നത് കൊണ്ടല്ല ആ വീടൊരു ചരിത്രമായി മാറിയത്. പതിവില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതം യേശുവിനാൽ പ്രവർത്തിക്കപ്പെട്ട് ആ ഭവനം കാനാവിലെ അടയാളമായി മാറിയത് ഈ പറഞ്ഞ പുറമേയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വന്നതുകൊണ്ടല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിലെ കലണ്ടർ മാറിയാൽ ഈ ദൂത് ജീവിതത്തിൽ നിറവേറത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പുതിയ ഷർട്ട് എടുത്താൽ ഈ കുറവ് മാറത്തില്ല.
ഈ പതിവില്ലാത്ത കാര്യം സംഭവിക്കണമെങ്കിൽ നോക്കൂ, അവിടെ തന്നെ ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ പുതുതായി സംഭവിക്കുന്നു. ശ്രദ്ധിക്കണമേ, രണ്ട് കാര്യങ്ങൾ തത്സമയത്ത്, മീൻസ് അവിടെ കുറവ് വന്ന സമയത്ത്, വീഞ്ഞിന് കുറവ് വന്ന് വിവാഹം നിന്നു പോകുന്ന അവസ്ഥ ഉണ്ടായ സമയത്ത് രണ്ട് കാര്യങ്ങൾ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ അവിടെ കുറവുണ്ടായിരുന്നു. ഒന്നാമതായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-4 പറ കൊള്ളുന്ന അതേ കൽഭരണികൾ ഉണ്ടായിരുന്നു. എവിടെ? കൽഭരണികൾ പുറത്ത് ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം, യഹൂദന്മാർ പുറത്തു നിന്ന് അകത്ത് വരുമ്പോൾ, അകത്തു നിന്ന് പുറത്തു പോകുമ്പോൾ അവർ തങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്ന കൽഭരണികൾ. ശ്രദ്ധിക്കണമേ, ശുദ്ധീകരണം ഈ കാലഘട്ടത്തിൽ അഥവാ പുതിയ നിയമത്തിൽ കൽഭരണികളിലൂടെയല്ല, കൽഭരണികൾ നിറച്ചു വച്ചിരിക്കുന്നതിലൂടെയല്ല, ആചാരാനുഷ്ഠാനങ്ങളിലൂടെയല്ല, ഹോമങ്ങളിലൂടെയല്ല, അതേ ഏതെങ്കിലും യാഗത്തിലൂടെയല്ല, മറിച്ച് 15-ാം അധ്യായം 3-ാമത്തെ വാക്യം യോഹന്നാൻ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ വചനത്താലാണ് നമ്മൾ ശുദ്ധീകരണം സംഭവിക്കുന്നത്. അപ്പോ അവിടെ സാന്ദർഭികമായി ചിന്തിച്ചാൽ ശുദ്ധീകരിക്കേണ്ടത് പുറത്തായിരുന്നു. ആമേൻ. അകത്ത് കുറവുള്ളപ്പോൾ യേശു ചൂണ്ടിക്കാണിക്കുകയാണ്, കൽഭരണി അകത്ത് വരട്ടെ, അഥവാ ശുദ്ധീകരണം ഉണ്ടാകട്ടെ. ഈ ശുദ്ധീകരണത്തിന്റെ പ്രത്യേകത എന്താണ്? നാം ശുദ്ധരായി തീരേണ്ടതിന്റെ ആവശ്യം എന്താണ്? അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്? നിങ്ങൾ ശ്രദ്ധിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കിഴക്കേക്കോട്ട എത്തത്തില്ല എന്നല്ല, പെണ്ണ് കണ്ട് കല്യാണം നടക്കത്തില്ല എന്നല്ല, ദൈവത്തെ കാണത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ അത്ഭുതമൊന്നും, സ്തോത്രം, അത്ഭുതങ്ങളെല്ലാം ആർക്കുള്ളതാ? ദൈവത്തെ കാണുന്നവനുള്ളതാ. ആമേൻ, സ്തോത്രം. അപ്പൊ ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യത ഇവിടെ ഇരിക്കുന്ന സ്ത്രീ സഹോദരിമാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പുതിയ ഉടുപ്പ് വാങ്ങിച്ച് 1 ദിവസമോ 2 ദിവസമോ ഇട്ടിട്ട് നനയ്ക്കാൻ എന്ത് എളുപ്പമല്ലേ? പുതിയ ഉടുപ്പാണെങ്കിൽ ഈസി ആയിട്ട് നനയ്ക്കാൻ പറ്റും. പക്ഷേ കുറേ ദിവസമായ ഉടുപ്പ്, ആ ഉടുപ്പ് അങ്ങനെ ഈസി ആയിട്ടൊന്നും നനഞ്ഞ് കയറത്തില്ല. ആമേൻ. അത് ഹോട്ടലിൽ പോയാൽ ഓയിലി ഫുഡ് കഴിച്ച എണ്ണ കാണും. പുതിയ ഉടുപ്പാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, അതിലൊന്നും ആവാതെയൊക്കെ നോക്കും. കല്യാണ വീട്ടിൽ പോയാൽ അവിടെയുള്ള എല്ലാ കളറും ഏകദേശം ഡ്രസ്സുകളിലും കാണും. ഇതൊക്കെ അങ്ങോട്ട് പറ്റിപ്പിക്കാൻ എളുപ്പമാണ്, തിരിച്ച് കഴുകി ശുദ്ധീകരിക്കുവാൻ പാടാ. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കണമേ, കാലം കഴിയും തോറും ശുദ്ധീകരിക്കുവാൻ ആ ഉടുപ്പിൻ്റെ കാര്യമാണെങ്കിൽ സോപ്പ് ഒരുപാട് വേണ്ടി വരും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദിവസം കഴിയും തോറും നമ്മൾ ശുദ്ധരായി തീരുവാൻ വചനം ഒത്തിരി വേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അന്ന് അല്ലെങ്കിൽ 5 വർഷത്തിന് മുമ്പ് നമ്മളെ ശുദ്ധീകരിച്ച അത്രയും വചനം കൊണ്ട് ഇന്ന് ശുദ്ധീകരിക്കപ്പെടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ അഴുക്കിലായിരിക്കുക. ആമേൻ. നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോയാലും, നമ്മൾ നല്ല വണ്ടിയുള്ളവർക്കറിയാം, വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കിയിട്ട് കൊണ്ട് വെളിയിലിറങ്ങും. ആമേൻ. ആ വണ്ടിയുടെ പുറം നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അകത്ത് ആ വണ്ടിയുടെ ഒരു പിക്ചറുണ്ട്, നല്ല തിളതിളായിരിക്കുന്ന വണ്ടി. ആമേൻ. എത്ര സൂക്ഷിച്ചാലും വീട്ടിലെത്തുമ്പോൾ ആ വണ്ടിയുടെ കളർ മാറും, പൊടി മൊത്തം അതിലടിക്കും. ചെളിയുള്ള സ്ഥലത്താണെങ്കിൽ ചെളി മൊത്തം അതിലടിക്കും. ആമേൻ. ഈ ലോകം ഇങ്ങനെയാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ച് നടന്നാലും ലോകത്തിൻ്റെ പാപക്കറ നമ്മിലേക്ക് തെറിച്ചു വീഴും. ഹല്ലേലൂയ. ചിന്തയിൽ, നോട്ടത്തിൽ, നമ്മൾ അറിയത്തില്ലെന്നേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അറിയാതെ തെറിച്ചു വീഴുന്ന ഈ പാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പാപക്കറയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം വചനം ധ്യാനിക്കുന്നുവോ, എത്രത്തോളം വചനത്തിനൊപ്പമായിരിക്കുന്നുവോ, നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. ആമേൻ. നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ നമ്മുടെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് നിർബന്ധത്താൽ, അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കുമ്പോൾ 1-ാം തീയതി വരുമ്പോൾ, ഇപ്പോൾ ഇതിപ്പോൾ 1-ാം തീയതി വരെയാണല്ലോ, 1-ാം തീയതി വരുമ്പോൾ മദ്യപാനം നിർത്തുന്ന ബിരുദന്മാരുണ്ട്. ഉറപ്പായിട്ട് 3-ാം തീയതി ആകുമ്പോൾ കുടിക്കും. ആമേൻ. 2-ാം തീയതി ഒരു ദിവസം റെസ്റ്റ് കൊടുക്കും. 1-ാം തീയതി സാധനം കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. 3-ാം തീയതി കുടിക്കും. പെണ്ണ് കെട്ടാൻ വേണ്ടി കുടി നിർത്തുന്നവന്മാരും ഉണ്ട്. ആമേൻ. പെണ്ണ് വീട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും അവൻ കുടിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് നിർത്തുന്നവനുണ്ട്. പെണ്ണ് വീട്ടിൽ നിന്ന് കിട്ടിയാലും നാട്ടിൽ നിന്ന് കിട്ടിയാലും അവൻ കുടിക്കൂല. അവൻ എന്താണെന്ന് വെച്ചാൽ ഇത് വചനമാണ് ശുദ്ധീകരിക്കുന്നേ. ആമേൻ. വചനം ഒരുത്തൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ആ വചനത്താൽ അവൻ തിരിച്ചറിയും, ഞാൻ എത്ര വലിയ പാപമാണ് ചെയ്തുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. ആമേൻ. അല്ലാതെ പുറമേ ഉള്ള ഒന്നിനും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. ആമേൻ. അത് പാടാ.
ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. നമുക്കായിട്ടും പറ്റത്തില്ല, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മെ ആശ്വസിപ്പിക്കുവാനും നമ്മെ ബലപ്പെടുത്തുവാനും നമ്മെ ശക്തീകരിക്കുവാനും. പ്രിയരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. നിങ്ങൾ ഏതവസ്ഥയിൽ, നിങ്ങൾ ചിരിച്ചോണ്ടോ കരഞ്ഞോണ്ടോ സങ്കടപ്പെട്ടോ വേദനപ്പെട്ടോ ഏതവസ്ഥയിലിരുന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കിയേ, ബൈബിൾ നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. ആമേൻ. അതുകൊണ്ടാണ് പിശാച് പറയുന്നത് ബൈബിൾ വായിക്കരുത്. ആമേൻ. പിശാചിൻ്റെ ലക്ഷ്യം എത്രയുള്ളൂ? നീ ബൈബിൾ വായിക്കരുത്, നീ വചനം കേൾക്കരുത്. കാരണം വചനം എന്ത് ചെയ്യും? സംസാരിക്കും. ആ വചനം എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. അപ്പോ ശുദ്ധീകരണം. സ്തോത്രം. ആ ഭവനത്തിനകത്ത് ഇത് പറയുമ്പോൾ ആ ഭവനം ഒരു മോശം ഭവനമാണെന്ന് ചിന്തിക്കരുത്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം. ആ ഭവനം വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് ആ കൽഭരണി അകത്ത് വന്നു, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ഭവനത്തിനൊരു കുറവുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ആ വചനത്തിനകത്ത് ആ വീട്ടിനകത്ത് അപ്പോൾ ആരുണ്ട്? യേശു ഉണ്ട്. ആ യേശു വഴിയെ പോയപ്പോൾ വീട്ടിനകത്ത് കയറി ഇരുന്നയാണോ? അല്ല. യേശുവിനെ അവർ പോയി ക്ഷണിച്ചു കൊണ്ടുവന്നതാ. യേശുവിനെ ക്ഷണിച്ച ഭവനം, യേശുവിൻ്റെ ശിഷ്യന്മാരെ ക്ഷണിച്ച ഭവനം. ആ ഭവനത്തിൻ്റെ പ്രത്യേകത നോക്കിയോട്ടെ. യേശു മാത്രമല്ലേ ഉള്ളത്, യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്, പിന്നെ മറിയയും ഉണ്ട്. ഫുൾ പാക്കേജാ. ആമേൻ. ഹോളി ബൈബിളിനെ മുഴുവൻ വീട്ടിനകത്തോട്ട് വച്ചിരിക്കുന്നത് പോലെ യേശുണ്ട്, യേശുവിൻ്റെ അമ്മയുണ്ട്, ശിഷ്യന്മാരുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ ഇന്നലെ രാത്രിയും, ഈ രാത്രി സമയമില്ല, കുറച്ച് നേരമെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു ഗ്രൂപ്പിൽ ഒന്ന് കുറേ എണ്ണം ഇങ്ങനെ മെസ്സേജ് ഇട്ട് വിളിക്കുക, പാസ്റ്ററെ വാ പാസ്റ്ററെ ചർച്ച ചെയ്യാൻ. എന്താണ് മറിയ വേണോ വേണ്ടയോ? മുടിഞ്ഞവന്മാരും ഒരു കാലത്തും നന്നാവത്തില്ല. ഇവന്മാർക്ക് ഈ 2 ദിവസം കഴിഞ്ഞാൽ പുതിയൊരു വർഷമാണ്. നല്ല 2 വചനം വായിച്ചിരുന്ന് ധ്യാനിച്ച് ഒരു വർഷത്തെ അനുഗ്രഹമാക്കണം. മറിയ വേണോ മറിയ വേണ്ടയോ? നമ്മളിപ്പോഴും ഭാഗം വെച്ചോണ്ടിരിക്കുക. അത് വേണം ഇത് വേണം. ഇതിനകത്തുള്ള എല്ലാം നമുക്ക് വേണമെന്നേ. യേശുവും വേണം, ശിഷ്യന്മാരും വേണം, മറിയം. സ്തോത്രം. എന്തിനാ ഇത്ര ചതുർത്ഥി? ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ വീട്ടിലും വരുന്നതാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ റജി ബ്രദറിൻ്റെ വീട്ടിൽ പോയാൽ രാത്രിയാണെങ്കിൽ റജി ബ്രദർ പോയിട്ട് ആഹാരം വാങ്ങിച്ചുകൊണ്ട് വന്ന് തന്ന് തിന്നിപ്പിച്ചിട്ട് എവിടത്തുള്ളൂ. ഇവിടെ രാമാൻറ്റിയുടെ അവിടെ പോയാൽ അതുപോലെ. ജിത്തുവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടിയ വലിയ മീനൊക്കെ അന്നാണ് റെഡിയാക്കി. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് തരുന്നേ? ഇപ്പോൾ സുന്ദരനായ ഒരു പാസ്റ്റർ വരുന്നു, സുന്ദരനായ പാസ്റ്ററിൻ്റെ ഭാര്യ വരുന്നു. ഞങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടോ ഞങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടോ അല്ല, ഞങ്ങളിലുള്ള യേശുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു. അല്ലാതെ ജിത്തുവിൻ്റെ വീട്ടിൽ 2 പേര് പോയി ഇരുന്ന ഉടനെ ജിത്തു രാവിലെ പാചകം ചെയ്യാൻ വേണ്ടി എന്നാൽ ഇന്ന് നീ തിന്നിട്ട് പോയാതി എന്ന് പറഞ്ഞ് നടക്കുമോ? അല്ലാതെ 2 പേര് പോയി ഇരുന്ന റജി ബ്രദർ 9 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോയിട്ട് ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വരുമോ? 9 മണി കഴിഞ്ഞാൽ കഥ തുറക്കില്ല. പുള്ളി അവിടെ നിന്നിട്ട് CCTV കൂടെ നോക്കും. ഇപ്പോൾ ആ ഷട്ടർ അങ്ങ് താത്തിടും, ഇനിയിപ്പോൾ വീട് നാളെ വരട്ടുന്നു. പക്ഷെ നമ്മൾ പോകുമ്പോൾ എന്താ തുറന്നു തരുന്നത്? നമ്മുടെ യേശു ഉള്ളതുകൊണ്ടാ അല്ലേ? ഹല്ലേലൂയ. അങ്ങനെയുള്ള വീടാ അത്. ആ യേശു അമ്മയും ശിഷ്യ ഒരു ഏരിയ മൊത്തം ടീമുകളാണ്. ശിഷ്യന്മാരുടെ ഒരു കൂട്ടം, യേശു അപ്പുറത്ത് അമ്മ ഇരിപ്പുണ്ട്. എന്നിട്ട് ഇവരെ കൊണ്ട് ഒരു സൈഡിലെത്തിയിട്ട് അപ്പുറത്തുനിന്ന് കുശൂശ കാര്യം പറയുകയൊന്നുമല്ല. കാരണവത്തിയായിട്ട് യേശുവിൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറയുക, ഇവിടെ സംഭവം ചെറിയ പ്രശ്നമുണ്ട്, അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്ത ഭവനം. പക്ഷെ യേശു നോക്കുമ്പോൾ ശുദ്ധീകരണമില്ല. ആമേൻ. ഹല്ലേലൂയ. വചനമില്ല. 2 നോക്കിയേ. രണ്ടാമതായി ആ ഭവനത്തിനകത്തേക്ക് വന്ന കാര്യം യോഹന്നാൻ സുവിശേഷം തന്നെ 2-7 വാക്യത്തിൽ വെള്ളം കോരി വക്കോളം നിറച്ചു. വെള്ളം. ബൈബിൾ വായിക്കുന്നവർക്കറിയാം വെള്ളത്തെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് മനോഹരമായി 7 യോഹന്നാൻ സുവിശേഷം തന്നെ 38 വാക്യത്തിൽ പറയുന്നു, അത് പരിശുദ്ധാത്മാവാണ്. ശ്രദ്ധിക്കണമേ, അത് പരിശുദ്ധാത്മാവാണ്. ജീവജലത്തിൻ്റെ നദിയായി ഒഴുകുന്ന പരിശുദ്ധാത്മാവ്. വചനം വന്നു, ഒപ്പം പരിശുദ്ധാത്മാവ് വന്നു. എവിടെ നിന്നാ വന്നേ? യേശു പറയുമ്പോൾ ഇത് രണ്ടും അവിടെ ഇല്ല. അവിടെ യേശുവുണ്ട്, യേശുവിൻ്റെ അമ്മയുണ്ട്, ശിഷ്യന്മാരുണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പർ വീടാ. പക്ഷെ ഇത് രണ്ടുമില്ല. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? ഇതിനെ രണ്ടിനെ അകത്ത് കൊണ്ടുപോവാ. ഇത് രണ്ടും അകത്ത് വന്നപ്പോൾ
മീൻസ് വചനപ്രകാരമുള്ള ജീവിതവും ആത്മാവിൻ്റെ നിറവും വെളിപ്പെട്ടപ്പോൾ യേശു അത്ഭുതം പ്രവർത്തിച്ചു. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനപ്രകാരമുള്ള ജീവിതവും തിരിച്ചറിയുന്നവർക്കായി യേശുവിൻ നാമത്തിൽ വചനപ്രകാരം മീൻസ് ദൈവഹിത പ്രകാരമുള്ള ജീവിതവും ആത്മാവിൻ്റെ നിറവും എവിടെ വെളിപ്പെടുമോ അവിടെ അത്ഭുതം സംഭവിക്കും. 2024 എന്തുകൊണ്ട് ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ പ്രേസർ ഫാമിലി കുടുംബാംഗങ്ങളെ, നിങ്ങളെ അത്ഭുതം പ്രവർത്തിച്ചു അടയാളമാക്കി മാറ്റുവാൻ പോകുന്നു. നിങ്ങൾക്ക് വചനപ്രകാരമുള്ള ഒരു ജീവിതമുണ്ട്, നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വചനപ്രകാരമുള്ള ഒരു ജീവിതമുണ്ട്, നിങ്ങൾ വചനമനുസരിച്ച് ജീവിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ചു വളരുന്നു, നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നോക്കിയേ, ആ രണ്ട് കാര്യവും വീട്ടിനകത്ത് വന്നപ്പോൾ ആ വീടൊരു അത്ഭുതമായി അങ്ങ് മാറി. ആമേൻ. കർത്താവ് ആ ഭവനത്തെ ആ അടയാളത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ 2024 വരവേൽക്കാൻ പോകുന്നത്. ഇത് തന്നെയാ നിങ്ങളുടെ ജീവിതം ചൂണ്ടി ചിലർ പറഞ്ഞുകൊണ്ട് ചില പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോവുക. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സഭയെ, പ്രാർത്ഥിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ദേശം, നിങ്ങളെ അറിയുന്നവർ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോകുക. രോഗികളായിരിക്കുന്നവർ നിങ്ങളെ കണ്ടിട്ട് പറയുവാൻ പോകുക, അവൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ താങ്ക് യു ലോർഡ്. തകർന്ന കുടുംബങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് പറയുവാൻ പോകുക, അവൾ പ്രാർത്ഥിച്ചതുപോലെ, അവൾ കരഞ്ഞതുപോലെ, അവൾ ദൈവസന്നിധിയിൽ നിന്നതുപോലെ, അവൾ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നോക്കി, ആ ദൈവപ്രവൃത്തിയുടെ പ്രത്യേകത. സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, എന്തിനെങ്കിലും ആവർത്തനമല്ല, പതിവ് തെറ്റിക്കുന്നതാണ് ദൈവപ്രവൃത്തി. ചില പതിവുകളെ ദൈവപ്രവൃത്തി തെറ്റിക്കും. നമുക്കൊത്തിരി പിടിവാശികളുണ്ടായിരിക്കും. ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഞങ്ങൾക്കൊത്തിരി പിടിവാശികളുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നത് ചെയ്യും, ഇന്ന കാര്യം ചെയ്യും, ആമേൻ. എന്നാൽ ഓരോ തവണയും ദൈവം ഞങ്ങളുടെ പതിവ് തെറ്റിച്ചുകൊണ്ടേയിരുന്നു. ആമേൻ. ഞങ്ങളെടുത്ത തീരുമാനങ്ങളെ ദൈവം തെറ്റിച്ചുകൊണ്ടേയിരുന്നു. അതിലപ്പുറമായ ഒരു പ്രവൃത്തി കൊണ്ട്. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവപ്രവൃത്തി എപ്പോഴും അവിധത്തിലാണ്. നോക്കിയേ, പ്രതീക്ഷിക്കാത്തതിൽ നിന്ന് പ്രതീക്ഷിക്കാത്തവരിലൂടെ 2024 നീ കാണുന്ന അത്ഭുതത്തെക്കുറിച്ചാണ്. പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും പ്രതീക്ഷിക്കാത്തവരിലൂടെ പ്രതീക്ഷിക്കാത്തതിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതിലൂടെ യേശുവിൻ നാമത്തിൽ. നോക്കിയേ, വീഞ്ഞ് തീർന്നു. ഉടനെ എന്താ ചെയ്യുന്നേ? നമ്മുടെ വീഞ്ഞാണെങ്കിൽ നേരെ ബിവറേജ് തപ്പിപ്പോ, അല്ലെങ്കിൽ ബാർ തപ്പിപ്പോ. ആ വീഞ്ഞല്ല ദൈവം, ഇത് അങ്ങനെയൊന്നും ചിന്തിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇനി അത് തപ്പിപ്പോണ്ട. ഹല്ലേലൂയ. അവിടെ വീഞ്ഞ് തീർന്ന അവരെന്ത് ചെയ്യും? നേരെ മുന്തിരിത്തോട്ടം തപ്പിപ്പോവും. കാരണം മുന്തിരിത്തോട്ടത്തിലാണ് ചക്കുള്ളത്. ആ ചക്കിലാണ് മുന്തിരി ആട്ടി വീഞ്ഞുണ്ടാക്കുന്നത്, ഭരണികൾ നിറച്ചു വച്ചിരിക്കുന്നത്. മുന്തിരിത്തോട്ടം തേടി പോണം. വീഞ്ഞ് തീർന്നു പോയാൽ മുന്തിരിത്തോട്ടം തേടി പോണം. അതാണ് പതിവ്. സാധ്യത എവിടെയാ? മുന്തിരിത്തോട്ടത്തിലാ. ഏതെങ്കിലും മുന്തിരിത്തോട്ടത്തിൽ പോയി, മുന്തിരിത്തോട്ടത്തിൽ അങ്ങനെ ഓടിപ്പോയി പിടിച്ചോട്ട് വരാൻ പറ്റുന്ന സാധനമാണോ? പട്ടാപ്പകൽ 3 പേരും കൂടെ പോയപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ആര് വന്നു? ആമേൻ. ശൂശു വിളിച്ചോണ്ട് ആരെങ്കിലും ആണോ? അല്ല, അലറിക്കൊണ്ട് ബാലസിംഹം വന്നു. ആമേൻ. അപ്പോഴാണ് അർദ്ധരാത്രി, യഹൂദന്മാരുടെ കല്യാണം രാത്രിയില്ല. രാത്രി വീഞ്ഞും തേടി തിരിച്ചു വന്നത് തന്നെ. ആമേൻ. പകല് വയോമാർ 1 വർഷം കഴിഞ്ഞ് തിരിച്ചു പോയപ്പം സിംഹത്തിൻ്റെ അസ്ഥി കണ്ടതുപോലെ രാത്രിയാണ് പോയിരുന്നതെങ്കിൽ യവന്മാരുടെ അസ്ഥി 1 വർഷം കഴിയുമ്പം കണ്ടേനെ. അപ്പോൾ തോട്ടത്തിൽ പോയി മുന്തിരി അത് നടക്കത്തില്ല. മുന്തിയ ഭവനങ്ങളിൽ അവിടെയും സാധ്യതയുണ്ട്. മുന്തിയ ഭവനങ്ങളിൽ ചിലപ്പോൾ കൊണ്ടുവച്ചിരിക്കും. ആമേൻ. ചില മുന്തിയ ഭവനങ്ങളുണ്ട്. ആമേൻ. ദേശത്തിൽ ചില മുന്തിയ ഭവനങ്ങളുണ്ട്. ബിവറേജായി മാറിയ ഭവനങ്ങൾ, ബാറായി മാറിയ ഭവനങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ആ ഭവനങ്ങളിലേക്കൊരു പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. ഇത് കൊണ്ടുവച്ചിരിക്കുന്നവനൊരു പ്രതീക്ഷയുണ്ട്. അവൻ്റെ സന്തോഷം, അവൻ്റെ സമാധാനം. ആമേൻ. അവൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാ കൊണ്ടുവച്ചിരിക്കുന്നേ. ആമേൻ. പക്ഷെ യേശു ഈ ലോകത്തിൽ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് നിന്നൊന്നും അല്ല. നോക്കിയേ, കിണറിൽ നിന്ന്. ഹല്ലേലൂയ. വീഞ്ഞ് തീർന്ന ആരെങ്കിലും കിണറ്റിനകത്ത് പോയി തലയിടുമോ? ആമേൻ.
കുന്തം പോയ കുടത്തിൽ തപ്പണമെന്ന് പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ വീഞ്ഞ് തീർന്ന ആരും കിണറ്റിനകത്ത് നോക്കത്തില്ല. കാരണം കിണറ്റിലുള്ളത് വെള്ളമാണ്, വെറും വെള്ളമാണെന്ന് അവർക്കറിയാം. പക്ഷേ യേശു ആ വെറും വെള്ളത്തിനെ വീഞ്ഞാക്കി മാറ്റി. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന്, ഒരു പ്രതീക്ഷയുമില്ലാത്തിടത്തു നിന്ന് നിനക്ക് വേണ്ടി വലിയൊരു ദൈവ പ്രവൃത്തി. ഈ 2024 നീ അടയാളപ്പെടുവാൻ തക്കവണ്ണം, നിന്നെ അടയാളപ്പെടുത്തുവാൻ തക്കവണ്ണം, ദേശത്തിൽ കുടുംബത്തിൽ നിന്നെ അടയാളപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രതീക്ഷയില്ലാത്തിടത്തിൽ നിന്ന്, ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഒരു സാധ്യതയും ഇല്ലാത്തിടത്തു നിന്ന് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് തരുവാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്തവരിലൂടെ, യേശുവിൻ നാമത്തിൽ, നീ പ്രതീക്ഷിക്കാത്ത ആ സ്ഥാപനത്തിൽ നിന്ന്, നീ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ നിന്റെ ജീവിതം മാറുന്ന തൊഴിൽ അനുഭവം, എൻ്റെ കർത്താവ്, വരുമാന മേഖലയുടെ പുതിയ അനുഭവം, നീ ആയിരിക്കുന്ന ഞെരുക്കത്തിന്റെ വലിയ ആവശ്യം മുൻപിലുണ്ട്. എവിടെ നിന്ന് കിട്ടുമെന്നറിയത്തില്ല. കേൾക്ക്, ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കാത്തവരിലൂടെ, നീ ആമേൻ, ഒരു പ്രതീക്ഷയുമില്ല. സ്തോത്രം. ചിലരുടെ സങ്കടം അതാ. ആമേൻ. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ അമിതമായി പ്രതീക്ഷിച്ചാലും കുഴപ്പമോ, അതൊന്നും നിറവേറ്റാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടം വരും. ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അതിലും വലിയ സങ്കടം. ആമേൻ. സ്തോത്രം. എന്നെക്കുറിച്ച് ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആർക്കും നല്ലതൊന്നും പറയാനില്ല. ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയ, അസ്തമിക്കപ്പെട്ട, ആരുടെയും പ്രതീക്ഷയ്ക്കുതകുന്നതൊന്നുമില്ലാത്ത ചിലരിലൂടെ ചില കുടുംബങ്ങളെ കർത്താവ് മാറ്റുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഒരു പ്രതീക്ഷയുമില്ലാത്ത, അവൻ മാറി ഒന്നും സംഭവിക്കുമെന്ന് ചിലർ കരുതുന്നില്ല. അവൾ മാറിയിട്ട്, ഈ അവസ്ഥ മാറിയിട്ട്, ഈ സാഹചര്യം മാറിയിട്ട്, താങ്ക് യു ലോർഡ്, നിങ്ങൾക്കൊട്ടും പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത് എൻ്റെ യേശു പുറത്തു കൊണ്ടുവരുവാൻ പോകുക. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്ന് എൻ്റെ യേശു. ഹല്ലേലൂയ. നോക്കിയേ, തീർന്നു. അടുത്തെന്താ? എവിടെ നിന്നാ? കൽഭരണിയിൽ നിന്നാ ഈ വീഞ്ഞ് പുറത്തു വന്നേ. ഹല്ലേലൂയ. ഇത് കൽഭരണി എവിടെയാണ് കിടന്നത്? പുറത്താണ് കിടന്നത്. നമുക്ക് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ പട്ടി മൂത്രം ഒഴിച്ചിട്ടിരുന്ന സ്ഥലമാണ്. ഒന്നിനും കൊള്ളാത്തതാ. ആമേൻ. ആകപ്പാടൊരു ഉപയോഗം, നല്ല ദേഷ്യം വരുമ്പോൾ കാലുമടക്കി ഒരു തൊഴി കൊടുക്കാനും വീട്ടിനകത്തിരുന്ന് തൈലോട്ടോണ്ടിരിക്കാനും മാത്രം പറ്റും. ചില കല്ലുകൾ അങ്ങനെയാണ്. നമ്മൾ കാര്യമായിട്ട് സങ്കടം തീർക്കാൻ വേണ്ടി ഒന്ന് തൊഴിക്കും, എന്നിട്ട് വീട്ടിനകത്തിരുന്ന് കരയും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഉപയോഗമില്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചു പറയും. പിന്നെ ഇരുന്ന് സങ്കടം, അയ്യോ എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞല്ലോ, എൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞല്ലോ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞല്ലോ. തൊഴിച്ചിട്ട് അകത്തിരുന്ന് തൈലോട്ടിരുന്ന് കരയുക. അതിൽ നിന്ന് തന്നെ നിന്റെ തൊഴി കൊള്ളുവാൻ മാത്രം വിധിക്കപ്പെട്ട, ഒന്നിനും കൊള്ളാത്ത, സ്തോത്രം, ആ വീട്ടിനകത്ത് കയറിയിട്ടില്ലാത്ത, താങ്ക് യു ലോർഡ്, ആ വീട്ടിനകത്തെ സന്തോഷത്തിനകത്ത് കയറിയിട്ടില്ലാത്ത, ആ വീട്ടിനകത്തെ പ്രതീക്ഷകൾക്കകത്ത് കയറിയിട്ടില്ലാത്ത, ആ വീട്ടിനകത്തെ അവസ്ഥ മാറ്റുവാൻ ഉതകുന്നതൊന്നും ഇല്ല എന്ന് നീയും ലോകവും ഒരുപോലെ പറഞ്ഞ ചിലരിലൂടെ, ചില വ്യക്തികളിലൂടെ എൻ്റെ യേശു. യെസ്, ഹല്ലേലൂയ, ആമേൻ. പ്രിയരെ, 2024 നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ, ആമേൻ, സ്തോത്രം, നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് എൻ്റെ കർത്താവ് നിങ്ങളെ അടയാളപ്പെടുത്തും. ഏകദേശം 2 മാസത്തിലധികമായി ഈ ന്യൂ ഇയർ മെസ്സേജിന് വേണ്ടി, ഈ ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന 2 ദൂതുകൾ ഇതിനോടൊപ്പം നിങ്ങളുമായി പങ്കുവെച്ച് കർത്താവിൽ പ്രാർത്ഥിക്കുവാൻ ഇന്ന് ശരണപ്പെടുന്നു. ഒന്ന്, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നിങ്ങൾ കാറ്റ് കാണുകയില്ല. ആമേൻ. ആ വാക്യം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നിങ്ങൾ കാറ്റ് കാണുകയില്ല. മഴ പ്രതീക്ഷിക്കുന്ന പ്രിയരെ, ഒരു തണുപ്പ് പ്രതീക്ഷിക്കുന്ന പ്രിയരെ, വരൾച്ചയ്ക്ക് അറുതി പ്രതീക്ഷിക്കുന്ന പ്രിയരെ, 2023 നിങ്ങളെ തുള്ളി ചാടിപ്പിക്കുന്നതൊന്നും നിങ്ങൾ കാണത്തില്ല. പീലി വിടർത്തി ആടിപ്പിക്കുന്നതൊന്നും നിങ്ങൾ കാണത്തില്ല. യേശുവിൻ നാമത്തിൽ, ഹല്ലേലൂയ, ആമേൻ. അല്ലെങ്കിൽ ഈ ദൂത് നിങ്ങൾ തള്ളിക്കളയും. ഹല്ലേലൂയ.
അത്ഭുതം പ്രവർത്തിച്ച ദൈവം നിങ്ങളെ അടയാളപ്പെടുത്തുമെന്ന് പറഞ്ഞ ദൂത്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ദൂത് നിങ്ങൾ തള്ളിക്കളയും. അതുകൊണ്ട് മുന്നമേ പറയട്ടെ, കാറ്റൊന്നും കാണത്തില്ല. കാറ്റ് കാണാൻ വേണ്ടി പീലിയൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് അവിടെ ഒരാൾ നിൽപ്പുണ്ട്. എന്തിനാ? ഒന്ന് നൃത്തം ചെയ്യാൻ വേണ്ടി. കാറ്റ് കാണണം, മാനത്ത് മഴക്കോള് വരണം, എന്നിട്ട് വേണം നൃത്തം ചെയ്യാൻ. നൃത്തത്തിൻ്റെ പരിപാടിയൊന്നുമില്ല. ആമേൻ. അങ്ങനെ കിടന്ന് സന്തോഷിച്ച് തുള്ളി ചാടക്കം ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ കുടിക്കും. ആമേൻ. ദാഹം തീരുവോളം, നിന്റെ ആവശ്യത്തിന് മതി വരുവോളം, യേശുവിൻ നാമത്തിൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവോളം, നിന്റെ സ്ഥിതി മാറുവോളം, നിന്റെ ജീവിതം മാറുവോളം, ദേശത്തിൽ സ്തോത്രം പതിവ് തെറ്റിക്കുന്ന ഒരു ജീവിതമായി നിന്റെ ജീവിതം മാറുവോളം. ഹല്ലേലൂയ, സ്തോത്രം. മരുഭൂമിയിലായിരിക്കുന്ന ജനമാണ്. ആമേൻ. തീർന്നില്ല. നിങ്ങളുടെ ആട് മാടുകളും, അർത്ഥം നിങ്ങളുടെ തൊഴിൽ മേഖലയുടെ വരൾച്ച മാറും. മൃഗവാഹനങ്ങൾ, അർത്ഥം നിങ്ങളുടെ യാത്രയിലെ വരൾച്ച മാറും. തൊഴിൽ മേഖലയിലെ വരൾച്ച. ഒത്തിരി തവണ ശ്രമിച്ചു നല്ലൊരു തൊഴിലിന് വേണ്ടി, പക്ഷെ പരാജയമാ ഫലം. ഒരുപാട് അലഞ്ഞിട്ട് മതിയാക്കി വന്നിരിക്കുക. ഇനി വയ്യ, ഇനി ശ്രമിക്കാൻ വയ്യ. സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ടിടത്തല്ല, അതിലും ശ്രേഷ്ഠമായിടത്ത് കർത്താവ് നിങ്ങളെ കൊണ്ട് ചെല്ലുവാൻ പോകുക. നിങ്ങളുടെ യാത്രകൾ ജയകരമായി തീരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ആമേൻ. പരാജയപ്പെട്ട നിങ്ങളുടെ യാത്രകൾ, എഴുതി പരാജയപ്പെട്ട പരീക്ഷകൾ, റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. നീ മതിയാക്കി കുഞ്ഞേ, നീ മതിയാക്കി, ഇനി എഴുതത്തില്ല എന്ന്, ഇനി എനിക്കത് വേണ്ട എന്ന് അല്ല, റിസൾട്ട് ഉണ്ടാകുവാൻ പോയി. സ്തോത്രം. ആ സ്കോർ, ആ രാജ്യത്ത് കടന്നു പോകുവാൻ, നീ ആഗ്രഹിക്കുന്ന ജോലി ചെയ്യുവാൻ, നിന്റെ ഭർത്താവിനെയും ഒപ്പം കൂട്ടുവാൻ, കുടുംബമായി സെറ്റിൽ ആകുവാൻ തക്കവണ്ണമുള്ള സ്കോർ 2024 യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഒത്തിരി തവണ നീ പരാജയപ്പെട്ടു, 3-ലധികം തവണ നീ പരാജയപ്പെട്ടു, നീ കടന്നുപോയി തിരികെ വന്നു. വിസിറ്റിംഗ് വിസയിൽ, ഇനി വിസിറ്റിംഗ് വിസയിലല്ല, സ്തോത്രം, വർക്ക് വിസയിൽ. യേശുവിൻ നാമത്തിൽ വർക്ക് വിസയിൽ നീ പോകുവാൻ പോകുക. പരാജയപ്പെട്ട യാത്രകൾ, ആ ജോലിക്ക് വേണ്ടി നടന്ന് പരാജയപ്പെട്ട, ഒരു മാറ്റം വരുവാൻ, സ്ഥിതി മാറുവാൻ ഒത്തിരി ശ്രമിച്ചു പരാജയപ്പെട്ട ആ പരാജയ യാത്രകൾ ജയകരമായി മാറുവാൻ പോകുക. ഹല്ലേലൂയ. പ്രിയരെ, സന്തോഷത്തോടെ പറയട്ടെ, ഒത്തിരി നാളുകളായി മുട്ടിയിട്ട് തുറക്കാത്ത വാതിലുകളെ 2024 കർത്താവ് തുറന്നു തരിക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ. ആമേൻ. നീ അടയാളമായി മാറുവാൻ, നിന്നെ ദേശത്തിൽ അടയാളപ്പെടുത്തുവാൻ, പലരുടെ മുമ്പിൽ നിന്നെ അടയാളപ്പെടുത്തുവാൻ തക്കവണ്ണം നീ ദീർഘനാളായി മുട്ടിയിട്ട് തുറക്കാത്ത വാതിലുകൾ, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. മുട്ടിയിട്ട് തുറക്കാത്ത വാതിലുകളെ, തുറക്കാത്ത വാതിലുകളെ എൻ്റെ യേശു തുറന്നു തരിക. ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ, തുടങ്ങുന്നത് വരെയാ ദൈവപ്രവൃത്തിയുടെ ഒരു പ്രത്യേകത പറയട്ടെ. അത് തുടങ്ങുന്നവരെയാ പാട്. ആമേൻ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ഈ പഴയ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പാടുപോലെ, അങ്ങോട്ട് ചരിക്കണം ഇങ്ങോട്ട് ചരിക്കണം. എത്ര പേർക്ക് ഓർമ്മ കാണും? ലാംബിയോ അങ്ങനെ എന്തോ പേര്. ചരിച്ചിട്ട് ചവിട്ടും, നിർവർത്തി ചവിട്ടും, മറിച്ച് തള്ളിയിട്ട് ചവിട്ടും. പക്ഷെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതങ്ങ് പൊയ്ക്കോളും, അടുത്ത് ഓഫ് ആവുന്നത് വരെ. ആമേൻ. കർത്താവ് അങ്ങനെയാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. നോക്കിയേ, 3:18 പറയുന്നു, അത് പോരാ എന്നും. അവൻ ദാഹം തീരെ കുടിച്ചത് പോരാ എന്ന് ആർക്ക് തോന്നി? ദൈവത്തിന് തോന്നി. അവൻ്റെ മൃഗവാഹനങ്ങൾ കുടിച്ചത് പോരാ എന്ന് ആർക്ക് തോന്നി? ദൈവത്തിന് തോന്നി. അവർക്ക് അത്രയും മതി. പക്ഷെ ദൈവം പറയുക, ഇത് പോരാ, ഞാൻ തുടങ്ങി, ഇനി നിർത്തത്തില്ല. ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയാൽ, സ്തോത്രം, ആമേൻ, ഒരു ശത്രുവിനും അതിനെ തടയുവാൻ അതിനെ തകർക്കുവാൻ, അതിനെ തടയുവാൻ കഴിയത്തില്ല. ദൈവം നിർത്തത്തുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ആ ശത്രുവിനെ കൂടെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ആ മരുഭൂമിയിൽ അവർ അലയുവാൻ ഇടയായി തീർന്ന ശത്രുവിനെ, ചില മരുഭൂമിയിൽ നിങ്ങൾ വീണു പോകുവാൻ, ചില കഷ്ടതയുടെ അനുഭവങ്ങളിൽ നിങ്ങൾ പെട്ടുപോകുവാൻ, ചില തകർച്ചകളിലൂടെ നിങ്ങൾ കടന്നു പോകുവാൻ
നിങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ 2022, 23 കാലഘട്ടങ്ങളിൽ വളരെ കരയുവാൻ ഇടയായി തീർന്ന നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേറ്റ ആ ശത്രുവിനെ കൂടെ എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ തരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ ദാഹം തീർത്തിട്ട് എൻ്റെ യേശു പോകത്തില്ല, അത് പോരാ എന്ന് അവന് തോന്നിയിട്ട് നിന്റെ കണ്ണുനീരിന് കാരണമായ, നിന്റെ തകർച്ചയ്ക്ക് കാരണമായ, ദേശത്തിൽ നീ കരയുവാൻ കാരണമായ, തലമുറയെ കുറിച്ച് ഓർത്ത് കരയുവാൻ കാരണമായ, ദേശത്തിന് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ശത്രുവിനെ എന്റെ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഓ റാഥാന ഷഖാറത്തിനെ. സഹോദരി, നിന്റെ ഭർത്താവിന് മേൽ അവകാശം പറയുന്ന, നിന്റെ ഭാര്യയുടെ മേൽ അവകാശം പറയുന്ന, നിന്റെ നന്മകളുടെ മേൽ അവകാശം പറയുന്ന, നിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ അവകാശം പറയുന്ന, നിന്റെ ശുശ്രൂഷയുടെ മേൽ അവകാശം പറയുന്ന ആ ശത്രുവിനെയും എന്റെ ദൈവം നിന്റെ കരങ്ങളിൽ, ഓ റാഥാന ഷഖാറത്തിനെ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം. അതുവരെ അവരെ കൈകാര്യം ചെയ്ത ശത്രുവിനെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം, സ്തോത്രം, ദൈവം ആ ശത്രുവിനെ യെഹോശാഫാത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, കഴിഞ്ഞ വർഷങ്ങളിൽ ശത്രു നിങ്ങളെ കൈകാര്യം ചെയ്തു. 2024 ശത്രുവിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പോയി. ഓ പ്രാർത്ഥനാക്ഷാകാരാത്തിൽ യേശുവിൻ നാമത്തിൽ ദേശത്തിലെ ശത്രുവിനെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുക. സഭയെ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഭ ദേശത്തിലെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുവാൻ പോകുക. ദേശത്തിലെ ശത്രുവിനെ, തലമുറകളെ നശിപ്പിക്കുന്ന, സംഹാര താണ്ഡവമാടുന്ന, കുടുംബങ്ങളെ കരയിപ്പിക്കുന്ന, വ്യക്തി ജീവിതങ്ങളെ നശിപ്പിക്കുന്ന, കണ്ണുനീര് കുടിപ്പിക്കുന്ന ശത്രുവിനെ സഭ കൈകാര്യം ചെയ്യുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ പ്രിയ സഭയെ കേൾക്കുക. നിങ്ങൾ ദേശത്തിലെ ശത്രുവിനെ കൈകാര്യം ചെയ്യുവാൻ പോകുക. ഒത്തിരി കുടുംബങ്ങളുടെ തീര കണ്ണുനീരിന് കാരണമായ അതെ ആ ശത്രുവിനെ. ഹല്ലേലൂയ. യഹോശാഫാത്തിന്റെ കാര്യത്തിൽ മാത്രം യാദൃച്ഛികമായി സംഭവിച്ച ഒരു വിഷയത്തെക്കുറിച്ചല്ല. നോക്കൂ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം, അത് 1-ാമത്തെ പുസ്തകം, 1-ാം അധ്യായം 8-ാമത്തെ വാക്യങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഒരുപാട് നാളായി കരയുന്ന ഒരു സഹോദരി ഹന്ന, ഒത്തിരി കരയുന്ന ഹന്ന, പട്ടിണി കിടക്കുന്ന ഹന്ന, വ്യസനിക്കുന്ന ഹന്ന. 1-ാം അധ്യായം അതേ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കാത്തിരിപ്പിനൊടുവിൽ ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. കരഞ്ഞ അവളുടെ കണ്ണുനീരിന് ദൈവം പ്രതിഫലം നൽകി. അവളുടെ കാത്തിരിപ്പിന് ദൈവം പ്രതിഫലം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കാത്തിരിപ്പ് വൃഥാവായി തീരത്തില്ല. നിങ്ങൾ ദൈവത്തെയും അവന്റെ പ്രവൃത്തിയുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിശ്ചയമായും അത് വൃഥാവായി തീരത്തില്ല. ഹല്ലേലൂയ. കരഞ്ഞ സാക്ഷ്യത്തോടെ തുടങ്ങിയതാ. 1-20 എത്തുമ്പോ നിന്ദിക്കപ്പെട്ടതിനും പരിഹസിക്കപ്പെട്ടതിനും അപമാനിക്കപ്പെട്ടതിനും തലമുറയെ കുറിച്ച് ഓർത്ത് കരഞ്ഞതിനും ദൈവം പ്രതിഫലം നൽകി. ഹന്ന പറഞ്ഞു കാണും, കർത്താവേ നീ എത്ര വലിയവനാ. ഓ സ്തോത്രം. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവം തിരിച്ചു ചോദിച്ചാണ്, ഹന്നായെ നീ എന്നെ ടാറ്റ പറഞ്ഞ് ഓട്ടിച്ചു വിടാനുള്ള പരിപാടിയാണോ? ഹന്ന വീണ്ടും പറയും, കർത്താവേ എനിക്ക് നീ ഇത് തന്നല്ലോ അപ്പാ, ഞാൻ ചോദിച്ചതുപോലെ നീ എനിക്ക് തന്നല്ലോ അപ്പാ. പക്ഷെ കർത്താവ് പറയും, ഹന്നായെ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഹന്നായെ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 2-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൾക്ക് പിന്നെയും 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും നൽകി, മതി കർത്താവേ എന്ന് നിലവിളിക്കുന്നത് വരെ, കൊതി തീരുവോളം ഹന്നായെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ തിരിച്ചറിയ, നിന്റെ കാത്തിരിപ്പ് വൃഥാവായി തീരത്തില്ല. ദൈവം 2024 നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. നീ മതിയേ എന്ന് പറയുവോളം, നിനക്ക് തോന്നിയാലും, നിന്റെ ശത്രുക്കൾക്ക് തോന്നിയാലും, ഒപ്പമുള്ളവർക്ക് തോന്നിയാലും, മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ഉള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ സങ്കടത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുന്നവർക്ക് തന്നെ നമ്മൾ വളർന്നാൽ അവർക്ക് തോന്നും ഇത്രയും മതി. ആമേൻ. മനുഷ്യരെപ്പോഴും അളവ് വയ്ക്കും, പക്ഷെ ദൈവം ഒരിക്കലും അളവ് വയ്ക്കത്തില്ല. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറം നിന്നെ വളർത്തുന്ന ഒരു ദൈവം. കൊതി തീരെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ആ കാത്തിരിപ്പിന്റെ റിസൾട്ടാ ശമൂവേൽ. സ്തോത്രം. പെനീന ഒരുപാട് പ്രസവിച്ചു, അവിടെ എഴുതിയിട്ടുണ്ട്. പേരുള്ള ഒരൊറ്റ എണ്ണമില്ല. പതിവ് തെറ്റുന്നത് നിന്റെ ഭവനത്തിനകത്താ, പേരുള്ളത് നിന്റെ ഭവനത്തിനകത്താ. എല്ലാവർക്കും അറിയാവുന്നുള്ള പേരും നിന്റെ ഭവനത്തിനകത്തുള്ളത് തന്നെയാ. ഓ റാഥാന അക്ഷാഖാറാത്തിന് ഷന്ധൂർഗന, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ലാസറിനെ എല്ലാവർക്കും അറിയാം.
ഇവൻ്റെ വീട്ടിൽ യേശു കയറി ഇറങ്ങി നടക്കുന്നത്. ആമേൻ, സ്തോത്രം. ലാസറിൻ്റെ വീട്ടിൽ കോഴി വാങ്ങിച്ചുകൊണ്ട് പോയാൽ നാട്ടുകാരെല്ലാം തിരിച്ചറിയും യേശു അത് അവിടെ വരികയാണ്. ഹല്ലേലൂയ. ലാസറിൻ്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട സാധനം വാങ്ങിയാൽ ദേശം സംസാരിക്കും, അവിടെ ഇപ്പോൾ യേശു വന്ന് കാണും, യേശു അവിടെ വന്ന് കാണും. ഹല്ലേലൂയ. ലാസർ ചിരപരിചിതനാണ്. ലാസർ ആ ദേശത്തിലെ ചർച്ചാ വിഷയമാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പേരുള്ളത്, വിൽക്കാതെ മുക്കാതെ മൂണാതെ ആലോചിക്കാതെ പേര് പറയുവാൻ കഴിയുന്ന ചില ശമൂവേൽമാർ 2024 എഴുന്നേൽക്കുക. ഓ താങ്ക് ലോർഡ്. ഒരു മുക്കലുമില്ല, ഒരു മൂണലുമില്ല. ചോദിച്ചിട്ട് പറയാതെ നാവിൻ തുമ്പിലുള്ള പേര്, ഒരുപാട് ശാപമായി പറഞ്ഞ വാക്കുകൾ, പേരുകൾ, യേശുവിൻ നാമത്തിൽ ഒരുപാട് പരിഹാസമായി പറഞ്ഞ പേരുകൾ ശമൂവേലായി മാറുവാൻ പോകുക. താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ പേരുള്ളത് ഓർത്തെടുക്കാതെ വിളിച്ചു പറയുവാൻ കഴിയുന്ന പേരുള്ളത് നിന്റെ ജീവിതത്തിൽ നൽകി എൻ്റെ ദൈവം മാനിക്കുവാൻ പോകുക. ഹല്ലേലൂയ. ശമൂവേലിനെ നൽകി. ആമേൻ. ശമൂവേലിനെ നൽകി ദൈവം ഹന്നായുടെ ജീവിതത്തെ അടയാളപ്പെടുത്തി. അതുകൊണ്ട് തൃപ്തനാകാത്ത ദൈവം പിന്നെയും 5 തലമുറകളെ നൽകി. ശമൂവേലിന്റെ അമ്മയല്ല, മക്കളുടെ അമ്മയാക്കി ദൈവം ഹന്നായെ അടയാളപ്പെടുത്തി. പ്രിയരെ, ദൈവം തുടങ്ങിയാൽ നിർത്തത്തില്ല. അതിൻ്റെ സാക്ഷ്യമാണ് ഞങ്ങൾ. ആമേൻ. ഇന്ന് പകലും ഇതിനകത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കണ്ണുനീരോടെ ദിവസം നിലവിളിച്ചിട്ടുണ്ട്, അപ്പാ ഞങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ല, ഞങ്ങൾ ഇത്രമാത്രം പ്രാപിക്കുവാൻ യോഗ്യരല്ല, ഞങ്ങൾ ഇത്രമാത്രം നിൽക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല. ഹല്ലേലൂയ. ഒരൊറ്റ കാര്യം, ഈ കഴിഞ്ഞൊരു മാസത്തിന് മുമ്പ് എന്നെ ഒത്തിരി കരയിപ്പിച്ച, ഒരുപാട് വെള്ളമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലം. പക്ഷെ വേനൽക്കാലത്ത് വെള്ളമെല്ലാം പറ്റും. കുടിവെള്ളം പോലും ഇല്ലാതെ വരുന്ന സമയം, കുളിക്കുവാനും തുണി നനയ്ക്കുവാനും ഒക്കെ 2 കുന്ന് ഇറങ്ങി കയറി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട, ഒരു ചെറിയ കലത്തിലോ അല്ലെങ്കിൽ 2 3 കലത്തിലോ കൊണ്ടുവരുന്ന വെള്ളം അത്രേ കിട്ടത്തുള്ളൂ. ആ ഒരു ഏരിയ മുഴുവൻ ഒരു കുളത്തിൻ്റെ കരയിൽ കാണും. ഹല്ലേലൂയ. അവിടെ നിന്ന് അടികൂടി പിടിച്ചു വാങ്ങുന്നത് പോലെ വെള്ളമെടുത്ത് ആ വെള്ളം കൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റം പുറത്തു പറയുവാൻ കഴിയാത്ത വിധത്തിൽ ഞെരിങ്ങിയ സമയത്ത് നിന്ന് കഴിഞ്ഞൊരു മാസത്തിന് മുമ്പ് വെള്ളമില്ലാതെ വന്നപ്പോൾ ഇതെന്നെ കേൾക്കുന്ന എത്ര പേർക്കിത് ഉൾക്കൊള്ളുവാൻ കഴിയുമെന്നറിയത്തില്ല. പ്രിയരെ, ഒരു കുളം തേടിപ്പോകാതെ, ഒരു ഉറവ അന്വേഷിച്ചു പോകാതെ, ഒരു ടാങ്കർ ലോറിയിൽ വെള്ളമെടുക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അതാണ്. ആമേൻ. ഒരു ഉറവയുടെ അടുത്തും പോയി കിടന്ന് പെണ്ണുങ്ങളോട് അടികൂടുവാൻ കർത്താവിനെ അനുവദിച്ചില്ല. ആമേൻ. ആരെങ്കിലും തുണി വാരിയിടുമോ, വെള്ളം കുടിക്കുന്ന വെള്ളം എടുക്കുന്നില്ല, അങ്ങനെ പറഞ്ഞ് വഴക്ക് കൂടുവാൻ കർത്താവ് അനുവദിച്ചില്ല. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവൻ തരുവന്നേ. അവൻ തന്നു തുടങ്ങിയാൽ ആർക്കും അതിനെ നിർത്തുവാനും കഴിയത്തില്ല. ഹല്ലേലൂയ. നീ പറഞ്ഞാലും കർത്താവ് നിർത്തത്തില്ല. നിന്റെ ശത്രു എത്ര ശക്തനായി എഴുന്നേറ്റാലും എൻ്റെ ദൈവം അത് നിർത്തത്തേ ഇല്ല. ഒരു ദൂതുകൂടെ നിങ്ങളുമായി കൈമാറി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്നത് 2ാമത്തെ അടയാളം. ആമേൻ. നമ്മൾ നോക്കുന്നത് എപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്തുള്ള, നമുക്കൊപ്പമുള്ള, നമ്മുടെ കണ്ണെത്തുന്ന, നമ്മുടെ കൈയെത്തുന്ന, അല്ലേ, നമ്മളൊരു സഹായം പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്തുള്ളവരിൽ നിന്നായിരിക്കാം. നമ്മൾ എപ്പോഴും നമ്മോട് സംസാരിക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ അറിയുന്ന നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരിൽ നിന്നായിരിക്കാം നമ്മൾ സഹായം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് നിന്നല്ല. 2022 24 നിങ്ങൾ ഉയരത്തിൽ ഉള്ളതുകൊണ്ട്, നിങ്ങളുടെ കണ്ണെത്താത്തടത്ത് നിന്നുള്ളത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവാൻ പോകുക. സ്തോത്രം. 2024 നിങ്ങളെ ദൈവം അടയാളപ്പെടുത്തുന്നത് നിങ്ങൾ ഈ ലോകത്തിൽ പ്രതീക്ഷ വെച്ച പലതും തന്നിട്ടല്ല. ആമേൻ. ഉയരത്തിലുള്ളത് തന്ന്. സങ്കീർത്തനം 23:4 വ്യക്തമായി വിളിച്ചു പറയുന്നു 2 കാര്യങ്ങൾ. ആ ഉയരത്തിലുള്ളത് നിൻ്റേതായി മാറുവാൻ തക്കവണ്ണം വടിയും കോലും ഇടയൻ്റെ കയ്യിലുണ്ട്. ആമേൻ. കോൽ എന്തിനാന്ന് ചോദിച്ചാൽ, ഉയരത്തിൽ പച്ചപ്പുണ്ട്, താഴെ ധാരാളം ആടുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്. ആദ്യം പോകുന്നത് കിളിർത്ത് വരുന്ന പുല്ല് തിന്നും. പച്ചപ്പുള്ളതെല്ലാം പോയി. വെട്ടിച്ചു പോയി കഴിഞ്ഞാൽ മുള്ളിൻ്റെ ഇടയിൽ പെട്ടുപോകും, ഇടയനിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് കൊതിയോടെ ചുറ്റുപാട് നോക്കി നടക്കുവാൻ മാത്രം വിധിക്കപ്പെട്ട ആട്ടിൻകൂട്ടം. എന്നാൽ ഇടയൻ്റെ കയ്യിൽ ഒരു കോലുണ്ട്.
ആ കോല് കൊണ്ട് ഏറ്റവും ഉയരത്തുള്ളതിനെ ഇടയൻ ചായ്ച്ചു കൊടുക്കും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉയരത്തിലുള്ളതിനെ നിന്റെ പ്രതീക്ഷകൾക്കും നിന്റെ ചിന്തകൾക്കും നിന്റെ സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ളതിനെ 2024 എത്ര ഉയരത്തിലുള്ളതാണോ അത്രയും ഉയരത്തിൽ നിന്ന് നിനക്കെത്തുന്നിടത്തേക്ക് എൻ്റെ ദൈവം ചായ്ച്ചു തരും. അതെ, നിനക്കെത്തുന്നിടത്തേക്ക്, നിന്റെ കൈയെത്തുന്നിടത്തേക്ക് നിനക്ക് അനുഭവിക്കുവാൻ യേശുവിൻ നാമത്തിൽ ആ ഉയരത്തിലുള്ളത് നിന്റേതായി മാറുവാൻ പോകുകയാണ്. ആമേൻ. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ദൈവദാസനെ അത് ഉയരത്തിൽ നിന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്തത്? സ്തോത്രം. പച്ചപ്പ് ഉയരത്തിലുണ്ട്, പക്ഷെ ആടുകൾ അതിലേക്ക് നോക്കത്തില്ല. ആടുകൾ മുകളിലേക്ക് നോക്കി നടന്നാൽ ആ പൊന്തക്കാടിനിടയിൽ ഇരിക്കുന്ന ചെന്നായി വന്ന് പിടിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആടുകൾ നല്ലതിലേക്കൊന്നും നോക്കത്തില്ല. ഇടയൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. വഴിയിൽ കിടക്കുന്ന ഉണങ്ങിയതൊക്കെ തിന്നിങ്ങനെ നടക്കും. ശ്രദ്ധിക്കണമേ, ഇടയൻ്റെ പിന്നാലെ നടക്കുമ്പോൾ വഴി കിടക്കുന്ന ഉണങ്ങിയതൊക്കെ തിന്ന് നടക്കും. മുകളിലോട്ട് നോക്കത്തില്ല, പേടിയാ. ആമേൻ. പിശാച് പറയാ, അതൊന്നും നിനക്കുള്ളതല്ല, അതൊക്കെ ഉയരത്തിലുള്ളതാ. ഹല്ലേലൂയ. അതൊക്കെ അങ്ങ് ഉയരെ, അത് ജിറാഫിന് മാത്രമേ പറ്റത്തുള്ളൂ. നീ ആടാ, നിനക്കത് പറ്റത്തില്ല. നിന്റെ കഴുത്തിന് അങ്ങനെ ഒരു നീളമില്ല, അത് പക്ഷികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നീ വെറും ആടാ, നിനക്കത് പറ്റത്തില്ല. നീ ഒരു സാധാരണക്കാരനാ, നീ ഒരു സാധാരണ വിശ്വാസിയാ, നീ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്നതാ, നീ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവനാ, നീ ഒരു സാധാരണ വിശ്വാസിയുടെ മകനാ. നിനക്ക് ശുശ്രൂഷിക്കുവാൻ പറ്റത്തില്ല, നിനക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല, നീ കർത്താവിന് വേണ്ടി മുൻപോട്ട് വരത്തില്ല, നീ ഒന്നും ആകത്തില്ല. പിശാച് പറഞ്ഞ് പേടിപ്പിച്ച് ഉയരത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കാണുവാൻ പോലും കഴിയാതെ ഭയന്നായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയ്, നിന്നെ ഭയപ്പെടുത്തുന്ന ചിലതിനെ ആ വടി കൊണ്ട് എൻ്റെ ദൈവം തല്ലി ഓട്ടിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പേടിപ്പിക്കുന്ന പന്ന പിശാചുക്കളെ 2024 എൻ്റെ യേശു തല്ലി ഓടിപ്പിക്കും. ആമേൻ. നല്ലത് കാണുവാൻ കഴിയാതെ, അനുഗ്രഹങ്ങളിലേക്ക് നോക്കുവാൻ കഴിയാതെ, വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ, ഉയരത്തിലുള്ള നല്ലതിന് വേണ്ടി വാഞ്ചിക്കുവാൻ കഴിയാതെ, ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിനെ പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ്, നിനക്കത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ്, നീ വിചാരിക്കുന്നത് പോലെ നടക്കത്തില്ല എന്ന് യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലിൽ കർത്താവ് സ്തോത്രം ചിലതിനെ തല്ലി ഓടിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഹല്ലേലൂയ. നന്ദി കർത്താവേ. ചിലത് തല്ലി ഓടിക്കപ്പെടുന്ന കൃപയ്ക്കായി. ആമേൻ. ചുറ്റും വെളിപ്പെട്ട് നിൽക്കുന്ന യേശുവിൻ നാമത്തിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ആ നല്ലത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ആ നല്ലതിന്റെ പിന്നാലെ ഓടുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഒതുക്കിക്കൂട്ടി ആ ശത്രുവിനെ എൻ്റെ യേശു വടി കൊണ്ട് തല്ലി ഓടിക്കുക. സ്തോത്രം. ആ ചെന്നായെ പതിയിരിക്കുന്ന സ്തോത്രം, പൊന്തക്കാട്ടിൽ പതിയിരിക്കുന്ന ആ ചെന്നായെ സ്തോത്രം, നിന്റെ ഉയർച്ചയെ തടയുവാൻ തക്കവണ്ണം, നീ നല്ലത് പ്രാപിക്കുവാൻ ഇടവരുത്താത്ത വിധം നിന്നെ ഭയപ്പെടുത്തി ഒതുക്കി കൂട്ടുന്ന ആ ചെന്നായെ, ആ ദുഷ്ട ചെന്നായെ, ആ പന്ന പിശാചിനെ എൻ്റെ യേശു 2024 തല്ലി ഓടിക്കുക. താങ്ക് യു ലോർഡ്. ആ ഉയരത്തിലുള്ളതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആ 2024 അപ്പോൾ ആ ഉയരത്തിലുള്ളത് എൻ്റെ ജീവിതത്തിൽ തന്ന് എന്നെ ദേശത്തിൽ അടയാളപ്പെടുത്തണമേ. ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠകരമായത്. അപ്പോൾ ആ താഴെയുള്ളത് എനിക്ക് വേണ്ട. സ്തോത്രം. എൻ്റെ കയ്യെത്തുന്നിടത്തുള്ളത് എനിക്ക് വേണ്ട, ഞാൻ കാണുന്നവരുള്ളത് എനിക്ക് വേണ്ട, എനിക്ക് ഉയരത്തിലുള്ളത് വേണം. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുക. എനിക്ക് ഉയരത്തിലുള്ളത് വേണം, എനിക്ക് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്നുള്ളത് വേണം, എനിക്ക് വരം വേണം, എനിക്ക് തികഞ്ഞത് വേണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. 2024 തികവുള്ളത് പ്രാപിച്ച് നീ അടയാളപ്പെടുത്തപ്പെടുക. അത്ഭുതമായി ഉയരത്തിലുള്ളത് തന്ന് എൻ്റെ കർത്താവ് നിന്നെ അടയാളപ്പെടുത്തുക. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാട്ടെ. 2024 ഹല്ലേലൂയ. ആ അത്ഭുതത്തിനായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അപ്പാ, ഒരു അത്ഭുതം പ്രവർത്തിച്ച് എന്നെ ദേശത്തിൽ അടയാളപ്പെടുത്തണമേ. വിളിച്ചു പറയ്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ യേശു മറുപടി തരും. നിന്റെ ദൂതിതാണ്. ആമേൻ. അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ യേശു നിന്റെ ദേശത്തിൽ അടയാളപ്പെടുത്തും, നിന്റെ കുടുംബത്തിൽ അടയാളപ്പെടുത്തും, നിന്റെ തൊഴിൽ മേഖലയിൽ അടയാളപ്പെടുത്തും, നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അടയാളപ്പെടുത്തും, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ അടയാളപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം കേൾപ്പിച്ച ദൂതിന് മുമ്പിൽ ഏൽപ്പിച്ചാട്ടെ. വർദ്ധനവ്
അവൻ തന്നു എങ്കിൽ താനെ കിളിർത്തത് ആ അനുഭവത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നേ. നമ്മുടെ ആരുടെ അധ്വാന ഫലമല്ല, ഇത് താനെ കിളിർത്തതാ. യേശുവിൻ നാമത്തിൽ 2024 ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനെ അടയാളമാക്കി മാറ്റും. പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, അങ്ങൊരു അത്ഭുതം ഇന്ന് പ്രവർത്തിക്കണമേ. ഇവരിലെ രോഗികളെ സൗഖ്യമാക്കി ഇവരെ ദേശത്തിലെ അടയാളമാക്കി മാറ്റണമേ. ഇവരിലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകി ഇവരെ ദേശത്തിലെ അടയാളമാക്കി മാറ്റണമേ. ഇവരിലെ കരയുന്നവരുടെ കണ്ണുനീരൊപ്പി ഇവരെ ദേശത്തിൽ അടയാളമാക്കി മാറ്റണമേ. ഇവരിലെ ബാധിക്കപ്പെട്ടവരെ വിടുവിച്ച് ദേശത്തിൽ അടയാളമാക്കി മാറ്റണമേ. ഇവരിലെ മദ്യപാനികളെ വിടുവിച്ച്, ഇവരിലെ ലോകപ്രകാരം ജീവിക്കുന്നവരെ വിടുവിച്ച്, ഇവരിലെ പാപികളെ വിടുവിച്ച് അങ്ങൊരു അടയാളമാക്കി മാറ്റണമേ. ഇവരിലെ വീണുപോയവരെ എഴുന്നേൽപ്പിച്ച് യേശുവിൻ നാമത്തിൽ അങ്ങൊരു അടയാളമാക്കി നിർത്തുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. അപ്പാ, ഇവരോടങ്ങ് കൂടിയിരിക്കണമേ, അങ്ങ് മാനിച്ചാട്ടെ. അപ്പനങ്ങ് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് അടിയനോട് പറഞ്ഞു, അടിയനിലൂടെ പരിശുദ്ധാത്മാവിനാൽ അവരോട് കൈമാറിയ ദൂതിനെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.